ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2025 ഒക്ടോബർ മാസം 22 വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 25ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു അരുളിച്ചെയ്ത 7 സഭകളിലെ 6ാമത്തെ സഭയാകുന്ന ഫിലദെൽഫിയ സഭയെക്കുറിച്ചുള്ള ചിന്തകളിലേക്കാണ് നാം ഇന്ന് രാത്രി പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാം സഭയോടുള്ള ബന്ധത്തിലുള്ള ദൂതുകൾ ചിന്തിച്ചിരുന്നു. സഭയെക്കുറിച്ചുള്ള ദൂതിൽ നമ്മൾ മരിച്ച അവസ്ഥയിലായിരുന്ന, പേരുകൊണ്ട് മാത്രമുണ്ടായിരുന്ന, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചത്തവളായ കാമുകികൾക്ക് തുല്യമായ ഒരു സഭയാണെന്ന് അതിനെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി ഉണർവുള്ളവരായി ദൈവനാമത്തിൽ വേണ്ടി നിൽക്കുവാൻ എന്തൊക്കെയാണോ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം അരുളിച്ചെയ്തിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ പ്രാപിച്ച് സന്തോഷത്തോടെ ദൈവം നിൽക്കുവാൻ വേണ്ടി അവരെ ഓർപ്പിച്ചുണർത്തിയ സന്ദേശങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ അവിടെ ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർവീസിൽ നിനക്കുണ്ട് എന്നുള്ളത് മുഴുവനായ സഭയും അവർക്ക് സാത്താൻ്റെ അധീനതയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. എന്നാൽ അവിടെയും ദൈവവചനത്തെ വേണ്ടി കാത്തു നിൽക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ ദൂതാണ്. ഇന്ന് രാത്രി തുടർന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ കുറവുകളില്ലാത്ത 2ാമത്തെ സഭയാണ് ഫിലദെൽഫിയയിലെ സഭ. അതിൽ കുറവുകളില്ലാത്ത സഭയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. സ്മുർന സഭയിൽ കുറവുകളെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. അതുപോലെ പ്രശംസനീയമായ ഒരു സ്ഥാനം ഉള്ളൊരു സഭയാണ് ഫിലദെൽഫിയയിലെ സഭ. ഇതെല്ലാം അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലം സഭകളാണ്, ദൂരെയല്ല. എല്ലാം തുർക്കി എന്ന രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ ആ പ്രദേശത്തിൽ ഏഷ്യ ഉപമൈനറിൽ കിടക്കുന്ന യുറേഷ്യ, യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഭാഗത്താണ് ഈ 7 സഭകളും ദൈവം മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം അടുത്തടുത്തുള്ള സഭകളാണ്. അപ്പോൾ അതിനെ ആണ് ദൈവം ഓരോ സഭയോടുള്ള ബന്ധത്തിൽ, പൈശാചിക തന്ത്രങ്ങളോടുള്ള ബന്ധത്തിൽ അതിനെ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ സഭയെ ഉറക്കിക്കളയുക, അല്ലെങ്കിൽ പ്രവൃത്തി ഇല്ലാതെ മരിച്ചവരായി പേടിയിൽ മാത്രം നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് സാത്താൻ കൊണ്ടുപോകുന്ന അവസ്ഥയാണ് തന്ത്രം ഉപയോഗിച്ചെങ്കിൽ അതിനെ ജയിച്ച് ജയാളിയായി തീരണം, അതിനു വേണ്ടി ഉണരണം എന്നാണ്, മാനസാന്തരപ്പെട്ട് ഉണരണം എന്നാണ് ദൈവം അവിടെ അവർക്ക് ദൂതായി പറഞ്ഞെങ്കിൽ, ഫിലദെൽഫിയ സഭയുള്ള ബന്ധത്തിൽ എന്താണ് സാത്താൻ ഉപയോഗിക്കുന്ന തന്ത്രം, അതിനെ എങ്ങനെ അതിജീവിക്കണം എന്നുള്ളത് കർത്താവായ യേശുക്രിസ്തു വളരെ വ്യക്തമായി സഭയോട് സംസാരിക്കുന്നു. അന്ന് സംസാരിച്ച ദൂതുകൾ അത് അവർക്ക് മാത്രമുള്ള ദൂതുകളല്ല, ദൈവസഭകൾക്ക് ആഗോള ദൈവസഭയ്ക്ക് വേണ്ടിയുള്ള ദൂതുകളാണ് കർത്താവ് ഓരോന്നായി സംസാരിച്ചിരിക്കുന്നത്. അതിൽ സംബോധന വാക്യത്തിൽ 3-ാമത്തെ 7-ാം വാക്യത്തിൽ പറയുന്നത്, ഫിലദെൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാത്ത വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായി ദൈവം പറഞ്ഞിരിക്കുന്നത്, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. അതുപോലെ വിശുദ്ധനും സത്യവാനും, യേശുക്രിസ്തുവിന്റെ പേരോട് ബന്ധത്തിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിലും പല പേരുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരു പേരാണ് വിശുദ്ധനും സത്യവാനും എന്നുള്ളത്. വെളിപ്പാട് 6-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ യാഗപീഠത്തിന് കീഴിലുള്ള ആത്മാക്കൾ അവർ നിലവിളിക്കുന്നതും വിശുദ്ധനും സത്യവാനുമായ ദൈവമേ എന്ന് പറഞ്ഞാണ് അവർ നിലവിളിക്കുന്നത്. അപ്പോൾ വിശുദ്ധനായിരിക്കുന്ന ദൈവം അവൻ സത്യമുള്ളവൻ, സത്യമാണ്. അപ്പോൾ വിശുദ്ധ ദൈവമാണ് നമ്മുടെ കർത്താവ്. ബാക്കിയുള്ളതൊക്കെ ബോഷ്കിന്റെ ശക്തികളായി എല്ലാം അത് പേരുകൊണ്ട് മാത്രം നിൽക്കുമ്പോൾ, ദൈവങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുമ്പോൾ, സത്യദൈവം വിശുദ്ധിയുടെ ദൈവമാണ്. അശുദ്ധി ഒട്ടുമില്ലാതെ, പാപമില്ലാതെ ഈ ലോകത്തിൽ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവായിരുന്നു. ലോകത്തിൽ ജനിച്ച സകല മനുഷ്യരും പാപത്തിന്റെ പട്ടികയിൽ പെടുമ്പോൾ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് സത്യമായിട്ടും വിശുദ്ധനായിട്ടുണ്ടായിരുന്നത്. അവൻ പരിശുദ്ധനായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ പറയുന്നത് വിശുദ്ധനും സത്യവാനും എന്നുള്ളത് പേരിൽ അവിടെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ദൈവം അഭിസംബോധന വാക്കുകളിൽ അവനെ വെളിപ്പെടുത്തുകയാണ്, അവൻ ആരാണെന്നുള്ളത്. അപ്പം ഈ ഫിലദെൽഫിയയിലെ സഭയിലെ ദൂതന് എഴുതുമ്പോൾ പറയുന്ന വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവൻ. ഇപ്പോൾ ദാവീദിന്റെ താക്കോൽ, ചിലർക്കൊക്കെ ദാവീദ് എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ. പഴയ നിയമത്തിലെ ദാവീദിനെ വേണ്ട, മോശയെ വേണ്ട, അഹ്റോനെ വേണ്ട, അങ്ങനെ അബ്രഹാനെ ഒന്നും വേണ്ട, ഇപ്പോഴും അവരെയൊന്നും പ്രസംഗിക്കണ്ട എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രസംഗിക്കാതിരിക്കാൻ പറ്റത്തില്ല. അബ്രഹാനെ കുറിച്ചും ദാവീദിനെ കുറിച്ചും
ഒക്കെ പ്രസംഗിച്ചില്ല പിന്നെ ആരെക്കുറിച്ചാണ് പ്രസംഗിച്ചത്? അപ്പോൾ അത് വളരെ തന്ത്രപരമായിട്ടുള്ളൊരു സാധാരണ നീക്കമാണ്. പഴയ നിയമത്തെ പഠിപ്പിക്കാതിരിക്കുക, പുതിയതും പഠിപ്പിക്കാതിരിക്കുക, അപ്പോൾ ഒന്നും വായിപ്പിക്കാതിരിക്കുക, അതാണ് തന്ത്രം. സാത്താൻ വളരെയധികം തന്ത്രങ്ങൾ സഭയിൽ ഉപയോഗിക്കുന്നുണ്ട്. അബ്രഹാമിനെ കുറിച്ച് പറയരുത്, ദാവീദിനെ കുറിച്ച് പറയരുത്, മോശയെ കുറിച്ച് പറയരുത്, അതൊന്നും വേണ്ട എന്ന് പറയുന്നു. പിന്നെ ആരെക്കുറിച്ചാണ് പറയുന്നത്? എന്നാൽ യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ അതും അറിയത്തില്ല. അപ്പോൾ വന്ന് ഇപ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ട്, പണ്ട് സംഗീതത്തിനെങ്കിലും വായിക്കും, സംഗീതത്തിനും വായിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ വചനപരമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാകണം. അപ്പോൾ ഇവിടെ ഈ ഉദ്ധരിച്ചിരിക്കുന്ന വചനം യെശയ്യാവിന്റെ പ്രവചനം അതിന്റെ 22-ാം അധ്യായം 22-ാം വാക്യത്തിൽ നിഴലായി പ്രസ്താവിച്ചിരുന്ന വചനത്തെ പൊരുളായിട്ടാണ് കർത്താവ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. ഈ വചനം ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള നിത്യ രാജ്യത്വത്തിന്റെ ഉടമസ്ഥനായിരിക്കും ദാവീദ് ഗൃഹത്തിൽ നിന്നൊരിക്കലും ചെങ്കോൽ നീങ്ങിപ്പോകുകയില്ല എന്നുള്ളതിനെ വെളിപ്പെടുത്തുമ്പോൾ, താക്കോൽ ദാവീദ് ഗൃഹത്തോട് ബന്ധത്തിൽ പറഞ്ഞ താക്കോൽ നിത്യരാജ്യത്വമുള്ള ക്രിസ്തുവിനെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ അവന് അധികാരം, താക്കോൽ കാണിക്കുന്ന അധികാരത്തെയാണ്. അപ്പോൾ താക്കോലുള്ള വ്യക്തികൾക്ക് മാത്രമേ തുറന്ന് കയറാനും അടയ്ക്കാനും, അത് അവന്റെ അധികാരത്തിൽപ്പെടുന്ന കാര്യമാണ്. ഒരു വീടിന്റെ താക്കോൽ നിങ്ങളുടെ കൈവശം ഉണ്ടെന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് അധികാരമുണ്ട്, അത് കയറാൻ ഇറങ്ങാനൊക്കെ ഉള്ള അധികാരമുണ്ട്. ഇപ്പോൾ കാണുന്ന എല്ലാവരുടെയും താക്കോൽ കൊടുക്കത്തില്ല. താക്കോൽ എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ അടയ്ക്കാനും തുറക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് താക്കോൽ. അത് കാണിക്കുന്നത് അധികാരത്തെയാണ് കാണിക്കുന്നത്. അധികാരം, ആ അധികാരമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിനുള്ള നിത്യരാജ്യത്തിന്റെ താക്കോൽ ദാവീദിന് സിംഹാസനത്തിൽ വാഴും എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പ്രവചനം കൊണ്ട്, അതുകൊണ്ടാണ് ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ യഹൂദയുടെ സിംഹമായിരിക്കുന്ന ക്രിസ്തു നിത്യരാജ്യത്വമുള്ളവനായിരിക്കും. അവന്റെ കൈവശം ഉള്ള താക്കോൽ എന്ന് പറയുമ്പോൾ അത് നിത്യരാജ്യത്വത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ അടച്ചാൽ ആർക്കും തുറക്കാൻ പറ്റത്തില്ല, അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാനും കഴിയത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നിശ്ചയമായിട്ടും യേശുക്രിസ്തു അടച്ചു കഴിഞ്ഞാൽ ആർക്കും തുറക്കാൻ കഴിയത്തില്ല. നമുക്കറിയാമല്ലോ, കോരശിനെ ദൈവം ഉപയോഗിച്ച് വിട്ടുകഴിഞ്ഞപ്പോൾ ബാബേൽ സാമ്രാജ്യത്തിന്റെ ഒരിക്കലും അടയ്ക്കപ്പെടാത്ത കഥകളെ അവിടെ അന്ന് അടച്ചില്ല, തുറന്ന് കിടക്കുവാടേറ്റുന്നു. അന്ന് അങ്ങനെ കിടക്കുവാണ്ട് ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ സാമ്രാജ്യത്വവും തുറന്നു കിടക്കേണ്ടതായിട്ട് വരും. എന്നാൽ യേശുക്രിസ്തു സ്ഥാപിക്കുന്ന സാമ്രാജ്യത്വം നിത്യസാമ്രാജ്യത്വം, അതിനെ ആർക്കും തുറക്കാനോ അടയ്ക്കാനോ കഴിയത്തില്ല. അതിന്റെ നിത്യാധിപത്യം ദൈവത്തിനത്. ബാക്കിയുള്ള എല്ലാ സാമ്രാജ്യത്വങ്ങളും തകർന്നടിയും, അതെല്ലാം മാറും. അതിനെ തുറക്കാൻ കഴിയും, അതിനെ അടയ്ക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ അതിനെ ആർക്ക് വേണമെങ്കിലും കുറെ കഴിയുമ്പോൾ സാമ്രാജ്യത്വങ്ങൾ ഇല്ലാതായിത്തീരും. എന്നാൽ ക്രിസ്തുയേശുവിലുള്ള ദാവീദിന്റെ താക്കോൽ എന്ന് പറയുമ്പോൾ അത് അവന് മാത്രമേ അധികാരമുള്ളൂ. അവനാണ് ആരംഭിക്കുന്നത്, അവനാണ് അവസാനിപ്പിക്കുന്നത്. 1000 ആണ്ട് വാഴ്ചെന്ന് പറഞ്ഞാൽ 1000 ആണ്ട് കർത്താവിടെ വാഴും. അവൻ തുറന്ന് 1000 ആണ്ടോടെ വാഴും. 1000 ആണ്ട് കഴിയുമ്പോൾ ഈ ഭൂമിയിലെ ഭരണം അവസാനിക്കും. എന്നാൽ നിത്യതയിൽ ആ ഭരണം വീണ്ടും ക്രിസ്തുവിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന താക്കോലുകളെ കുറിച്ച് വേഗത്തിൽ വേഗത്തിൽ ചിന്തിക്കുന്നത് എളുപ്പമുള്ള കാര്യമാണ്. ഏറ്റവും അധികം താക്കോലുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. തുടർന്നുള്ള പഠനത്തിൽ നമുക്കത് പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഏറ്റവും അധികമായി ഈ വെളിപ്പാട് പുസ്തകത്തിലാണ് താക്കോലുകളെ കുറിച്ച് ഏറ്റവും അധികം പരാമർശം ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് ദൈവത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ദാവീദിന്റെ താക്കോൽ, അത് അധികാരത്തെ കാണിക്കുന്നു. ആ താക്കോൽ കാണിക്കുന്നത് നിത്യ രാജ്യത്വത്തിന്റെ അധികാരത്തെയാണ് കാണിക്കുന്നത്. അവന്റെ രാജ്യത്വം, അവന്റെ ഗൃഹം ഒരിക്കലും അവസാനമില്ലാത്ത നിത്യതയോളം ഉള്ളതാണ്. ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ യഹൂദായുടെ സിംഹമായിരിക്കുന്ന ക്രിസ്തുവിന്റെ മേൽ വെച്ചിരിക്കുന്ന താക്കോൽ അത് എന്നേക്കുമുള്ളതാണെന്നുള്ളതാണ് ഇവിടെ 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതെങ്കിൽ, നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റ് താക്കോലുകളെ കുറിച്ച് 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? മരണത്തിന്റെയും പാതാളത്തിന്റെ താക്കോൽ എന്റെ കൈവശമുണ്ടെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇവിടെ ന്യായവിധിയുടെ അധികാരം യേശുവിന്റെ കയ്യിലാണെന്ന് വെളിപ്പെടുത്തുന്നു. കാരണം പാതാളത്തിലും മരണമാകുന്ന നരകത്തിലും ഉള്ളവരാണ് അന്ത്യന്യായവിധിയിൽപ്പെട്ട് നിത്യനരകത്തിലേക്ക് പോകേണ്ടത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ മരിച്ചവരായതാ ഇന്നേക്ക് ജീവിച്ചിരിക്കുന്ന മരണത്തിന്റെയും പാതാളത്തിന്റെ താക്കോൽ എന്റെ കൈവശമുണ്ട്. അപ്പോൾ മരണത്തിൽ പോകുന്നവരെയും പാതാളത്തിൽ പോകുന്നവരെയും, അഥവാ നരകത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നവരെയും അഥവാ പാതാളത്തിൽ പോകുന്നവരെയും ഒടുക്കത്തെ നാളിൽ വെള്ളസിംഹാസനം മുമ്പാകെ കൊണ്ടുവന്ന് അവരെ നിത്യനരകത്തിലേക്ക് തള്ളിക്കളയാനുള്ള ന്യായവിധിയുടെ അധികാരം പിതാവാം ദൈവം തന്റെ പുത്രന് കൊടുത്തിരിക്കുന്നു. അതേ അധികാരം നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ ക്രിസ്തുവിനുള്ള എല്ലാ അധികാരവും നമുക്കുള്ളതാണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ താക്കോലുകൾ എന്ന് പറയുന്നുവോ ആ താക്കോലുകളെല്ലാം ക്രിസ്തുവിനുള്ളതാണ്.
അവന്റെ അധികാരത്തിലുള്ളതാണ്. അതെല്ലാം നമുക്കുമുള്ളതാണ്. അവന്റെ കൂടെ ചേർന്ന് കഴിയുമ്പോൾ അതിലെല്ലാം നാമും അവകാശികളാക്കിയിരുന്നതിനെ കുറിച്ചും രാത്രിയിൽ മറന്നു പോകരുത്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കലുള്ള ക്രിസ്തുവോട് ചേർന്ന് കഴിയുമ്പോൾ ന്യായവിധിയുടെ അധികാരം ക്രിസ്തുവിനുള്ളതുപോലെ നമുക്ക്. അതുകൊണ്ട് പറയുന്നത്, നിങ്ങൾ ഇസ്രായേൽ ഗോത്രങ്ങളെ 12 ഗോത്രങ്ങളെയും ന്യായം വിധിക്കും, നിങ്ങൾ ലോകത്തെ ന്യായം വിധിക്കുമല്ലോ, ദൂതന്മാരെ ന്യായം വിധിക്കുമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് കഴിയുമ്പോൾ ന്യായവിധി അധികാരം വരെ നമുക്കുള്ളതാണ്. ഇന്ന് നാം പലരുടെയും മുമ്പിൽ ന്യായം വിധിക്കപ്പെടാറുണ്ട്. നാം പലരും നമ്മളെ കുറ്റപ്പെടുത്താറുണ്ട്, ശിക്ഷിക്കാറുണ്ട്, പലതും പറയാറുണ്ട്. പക്ഷേ ദൈവത്തിന് പറയുന്നത്, നിങ്ങൾ ലോകത്തെ ന്യായം വിധിക്കും, നിങ്ങൾ ദൂതന്മാരെ ന്യായം വിധിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കും. അന്ത്യന്യായവിധി പുസ്തകം വായിച്ചാൽ മതി. അതിനകത്ത് ന്യായവിധിയെക്കുറിച്ചുള്ള വളരെ വിശകലനം ചെയ്ത വിശദമായിട്ട് ന്യായവിധിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി. അതിലേക്ക് പോകുന്നില്ല. ഇപ്പൊ ഇവിടെ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശം ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ന്യായവിധിയുടെ താക്കോൽ കർത്താവിന്റെ കൈവശം ഉണ്ടെന്നുള്ളതാണ്. പിന്നെ അഗാധ കൂപത്തിന്റെ താക്കോൽ ദൂതന്റെ കയ്യിലാണുള്ളത്. വെളിപ്പാട് പുസ്തകം 9-1 പറഞ്ഞിട്ടുണ്ട്. അത് അഗാധ കൂപത്തിന്റെ താക്കോൽ ദൈവത്തിന്റെ കയ്യിലല്ല. കാരണം ഇങ്ങനെ ചെറിയ സ്ഥലത്തിന്റെ ഒന്നും താക്കോൽ കർത്താവിന്റെ കൈവശമില്ല. അത് ദൂതന്മാരുടെ കൊടുത്തിരിക്കുക. അപ്പൊ ദൂതന്റെ കൈവശമുള്ള താക്കോലുണ്ട്, ക്രിസ്തുവിന്റെ കയ്യിലുള്ള താക്കോലുണ്ട്. നമുക്കറിയാമല്ലോ, മെയിനായിട്ടൊരു വീടിന്റെ അല്ലെങ്കിൽ ഭാഗത്തിന്റെ വേണമെങ്കിൽ വീടിന്റെ വാതിലിന്റെ കാവലൊക്കെ ചിലപ്പോൾ കൊടുക്കാമായിരിക്കും. പക്ഷെ നിങ്ങളുടെ വിലപ്പിടിപ്പുള്ള ആധാരങ്ങളൊക്കെ ഇരിക്കുന്ന മേശയോടൊന്നും ആരും കൊടുക്കത്തില്ലല്ലോ. ഇവിടെ ഏതൊക്കെയാണ് അത്ര വലിയ വിലയില്ലാത്തതെന്ന് പറഞ്ഞാൽ, വിലയുള്ള എല്ലാ കാര്യത്തിനും അധികാരം ദൈവത്തിന്റെ കയ്യിലും. രാജ്യത്തിന്റെ താക്കോൽ ദൈവത്തിന്റെ കയ്യിലാണ്. അതുപോലെ മരണത്തിന്റെയും പാതാളത്തിന്റെ താക്കോൽ ദൈവത്തിന്റെ കയ്യിലാണ്. അതുപോലെ അങ്ങനെ 3 താക്കോലുകൾ ദൈവത്തിന്റെ കയ്യിൽ ഉള്ളതിനെ കുറിച്ച്, ക്രിസ്തുവിന്റെ കയ്യിലുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവരാണ് യേശു ക്രിസ്തു. രാജ്യത്വം മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല, അവന്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കുന്നവരല്ല. 2, മരണത്തിന്റെയും പാതാളത്തിന്റെ താക്കോൽ അത് ക്രിസ്തു യേശു മുഖാന്തരമുള്ള ന്യായവിധിയുടെ അധികാരം യേശുവിനോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 3ാമത് പറഞ്ഞിരിക്കുന്നത് താക്കോൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ദാവീദിന്റെ താക്കോൽ, മരണത്തിന്റെയും പാതാളത്തിന്റെ താക്കോൽ യേശുവിന്റെ കൈവശമുണ്ട് എന്ന് പറയുമ്പോൾ, 3ാമത് പറഞ്ഞിരിക്കുന്ന താക്കോൽ പറഞ്ഞിരിക്കുന്നത്, വെളിപ്പാട് പുസ്തകം പറഞ്ഞിരിക്കുന്നത്, അത് അഗാധ കൂപത്തിന്റെ താക്കോലാണ്. വെളിപ്പാട് പുസ്തകം 9-1 പറഞ്ഞിരിക്കുന്നു. 9-1 വായിക്കുമ്പോൾ അഗാധ കൂപവും അഗാധം തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നീട് പഠിക്കും, നമ്മളത് മനസ്സിലാക്കും. ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എവിടെയൊക്കെയാണ് താക്കോലുകൾ ഉള്ളത്, ആരുടെ കൈവശമാണുള്ളതാണ് വെളിപ്പെടുത്തുന്നത്. 5ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്തും ഭൂമിയിൽ വീണടക്കുന്നത് കണ്ടു. അവന് അഗാധ കൂപത്തിന്റെ താക്കോൽ ലഭിച്ചു എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ സ്വർഗത്തിലിരിക്കുന്ന താക്കോൽ അഗാധ കൂപം തുറക്കേണ്ട സമയത്ത് അവന് കൊടുക്കുന്നു. അവന് കൈവശമുള്ളതല്ല, അത് അവന് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ താക്കോലുകൾ എല്ലാം ദൈവത്തിന്റെ കക്ഷി. എന്നാൽ യേശു അല്ല അവൻ തുറക്കുന്നത്, അതിന് ദൂതനാണ് അതിന് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നവനാണ് അവൻ തുറക്കുന്നത്. പക്ഷേ ന്യായവിധിയുടെ അധികാരമോ അതുപോലെ രാജ്യത്തിന്റെ അധികാരമോ ഒന്നും ദൂതന്മാരെയല്ല ഏൽപ്പിച്ചിരിക്കുന്നത്, അത് കർത്താവിന്റെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, യേശുവിന്റെ കയ്യിലാണ് ഉള്ളത്. അഗാധത്തിന്റെ താക്കോൽ വെളിപ്പാട് പുസ്തകം 20 അതിന്റെ 1 മുതൽ 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, സാത്താനെ ബന്ധിക്കുന്നതും യേശുവല്ല. കാരണം അവൻ യേശുവിന് മുമ്പിൽ ഒന്നുമല്ല. അതുകൊണ്ടാണ് എല്ലാവരും വിചാരിക്കും സാത്താൻ വലിയ ആളാണ്, ഭയങ്കരമാണ്, അങ്ങനെയാണെന്നൊക്കെ ചിന്തിക്കുന്നത് ഭയങ്കര ഇതാണ്. പക്ഷേ ഇവിടെ പറയുന്നത് 21-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടിലേക്ക് ചങ്ങലയിട്ടു. ഒരൊറ്റ ദൂതൻ ഒതുക്കിയിടാനുള്ളതേ ഉള്ളൂ ഇവൻ. അതുകൊണ്ട് ലോകത്തിന്റെ ദൈവമായി അറിയപ്പെടുന്ന പിശാചേ, നിനക്ക് ഒരു ദൂതൻ ഇറങ്ങി വന്ന് നിന്നെ ബന്ധിച്ചിടാനുള്ളതേ ഉള്ളൂ. അവൻ ബലഹീനനായിത്തീരും, ശക്തിമാനല്ല. അവന്റെ ശക്തിയെ ദൈവം ഇല്ലാതാക്കി, അവന്റെ തലയെ ദൈവം തകർത്തു. ദിവസങ്ങൾ ചെല്ലുന്തോറും സാത്താന്റെ അധികാരം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവസാനം കാണുന്നത്, ഈ അഗാധത്തിന്റെ താക്കോലിൽ പിടിച്ച് ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാച് എന്ന സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച 1000 ആണ്ടിലേക്ക് ചങ്ങല ഇട്ടു. അപ്പോൾ ദൂതൻ അഗാധത്തിന്റെ താക്കോലും കയ്യിൽ പിടിച്ചുകൊണ്ടിറങ്ങി. അപ്പോൾ അഗാധ കൂപത്തിന്റെ താക്കോൽ ദൂതന്റെ കയ്യിലാണ്, അഗാധത്തിന്റെ താക്കോലും ദൂതന്റെ കയ്യിലാണ്. കാരണം ഇതൊന്നും കർത്താവിന്റെ കയ്യിലുള്ളതല്ല. അപ്പൊ എല്ലാം കർത്താവിന്റെ കയ്യിലാണുള്ള, എല്ലാത്തിനും അധികാരി കർത്താവാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ദൈവത്തിന്റെ കയ്യിലായിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ അഗാധ കൂപം തുറക്കാനും അഗാധം തുറന്നിട്ട് അവിടെ സാധാരണ ബന്ധിക്കാനും ഒന്നും കർത്താവ് വരേണ്ട ആവശ്യമില്ല. ഒരു ദൂതൻ ചെയ്താൽ മതി. എന്നാൽ ദൈവസഭയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്ന മറ്റൊരു താക്കോലുണ്ട്. പഴയ നിയമ പ്രമാണമായിരിക്കുന്ന
യഹൂദന് കൊടുത്തിരിക്കുന്ന താക്കോലുണ്ട്. അതേക്കുറിച്ചും നമുക്ക് മർമ്മമായി മനസ്സിലാക്കാൻ സാധിക്കണം. അങ്ങനെ 6 താക്കോലുകളെ കുറിച്ചുള്ള ഏകദേശം ഒരു ചിന്താഗതി ഇന്ന് രാത്രി ഞാൻ വേഗത്തിൽ തരാം. അതിലധികം ഉണ്ടെങ്കിൽ നമുക്കത് വീണ്ടും നമുക്ക് ചിന്തിക്കാം. എന്നാൽ ഞാൻ വേഗത്തിലെടുത്തപ്പോൾ 6 താക്കോലുകളെ കുറിച്ച് പറഞ്ഞു. ഒന്ന്, ദാവീദിന്റെ താക്കോൽ, അത് വെളിപ്പാട് പുസ്തകം നമ്മളിപ്പോൾ വായിക്കുന്ന 3-ാം അധ്യായം 3-ാം വാക്യത്തിലുണ്ട്. മരണത്തിന്റെയും പാതാള താക്കോൽ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അഗാധ കൂപത്തിന്റെ താക്കോൽ വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 1-ാം വാക്യം. അഗാധത്തിന്റെ താക്കോൽ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ സുവിശേഷം, അത് ക്രിസ്തു നമുക്ക് തന്നിരിക്കുകയാണ്, സഭയ്ക്ക് തന്നിരിക്കുകയാണ്. അതായത് സുവിശേഷം 16-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറഞ്ഞു, കർത്താവ് പറഞ്ഞു, ദൈവരാജ്യത്തിന് അഥവാ സ്വർഗരാജ്യ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. അപ്പോൾ അത് ദൂതന്മാരെ ഏൽപ്പിച്ചില്ല. അപ്പോൾ ഈ സ്വർഗരാജ്യത്തിന് താക്കോലാകുന്ന സുവിശേഷം അറിയിക്കാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിരിക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ്, ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിലും ഭൂമിയിലും അധികാരം പ്രാപിച്ച ക്രിസ്തു യേശു സകല അധികാരവും നമുക്ക് നൽകിയിരിക്കുകയാണ്. അതായത് നിങ്ങൾ പുറപ്പെട്ടു പോയി സുവിശേഷം പ്രസംഗിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ശിഷ്യരാക്കിക്കൊള്ളുവാൻ പറഞ്ഞുകൊണ്ടുള്ള സുവിശേഷത്തിന്റെ കമാൻഡിങ് അല്ലെങ്കിൽ ആ അധികാരം ദൈവം തന്നിരിക്കുന്ന ദൈവസഭയ്ക്കാണ്. സ്വർഗരാജ്യത്തിന് താക്കോൽ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, സുവിശേഷം. അപ്പോൾ ന്യായപ്രമാണത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പരിജ്ഞാനത്തിന്റെ താക്കോലാണ്. ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം 52-54 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പരിജ്ഞാനത്തിന്റെ താക്കോൽ അവർക്ക് കൊടുത്തിരുന്നു. പക്ഷേ അത് അവർ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ല. ന്യായപ്രമാണത്തെ കുറിച്ച് പറയുമ്പോൾ അത് മറ്റൊരു ജാതിക്കും അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തിരുന്നില്ല. നമ്മൾ ന്യായപ്രമാണം വായിക്കുമ്പോൾ അതൊക്കെ അവർ തന്നെ പറയുന്നുണ്ട്, വേറൊരു ജാതി ഇല്ലല്ലോ ഇങ്ങനെ ഈ നല്ല പ്രമാണം ലഭിച്ചിരിക്കുന്ന. അന്നത്തെ ലോകത്തിൽ മറ്റുള്ള രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കുന്ന നിയമസംഹിത ഉണ്ടായിരുന്ന ന്യായപ്രമാണം ലഭിച്ചിരുന്ന ജനം ശ്രേഷ്ഠമായ ജനമായിരുന്നു. അപ്പോൾ അതേക്കുറിച്ച് 147-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ മറ്റൊരു ജാതിക്കും ഏൽപ്പിച്ച് കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരെ ഏതെങ്കിലും പുസ്തകത്തിൽ പ്രസംഗിച്ച് ഞാൻ അംഗീകരിക്കുന്നത്. നമ്മൾ അംഗീകരിക്കേണ്ട ആവശ്യമില്ല. പലരും അതിനകത്ത് ഉണ്ടായിരുന്നു, മറ്റു പല ഗ്രന്ഥങ്ങളുണ്ടായിരുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, അതിലൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ വിശ്വസിച്ചോളൂ. പക്ഷെ നമ്മൾ അത് പ്രസംഗിക്കാനുള്ളവരല്ല. നമ്മൾ മറ്റുള്ള ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്ന പ്രസംഗിക്കാനുള്ളവരല്ല. വേദപുസ്തകത്തിൽ വചനത്തിൽ എഴുതിയിരിക്കുന്ന ക്രിസ്തുവിനെയാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത്. പിന്നെ ഇതൊക്കെ നിഴലായിട്ട് നിൽക്കുന്ന, വെളിച്ചമായിട്ട് നിൽക്കുന്നെങ്കിൽ അവിടെ സന്താനങ്ങളെന്ന് പറഞ്ഞ അരോയോപക കുന്നിൽ നിന്ന് പൗലോസ് പ്രസംഗിച്ചപ്പോൾ അത് ദൈവത്തെ അവിടെ അജ്ഞാത ദൈവം എന്ന് പറഞ്ഞ് നിൽക്കുന്നവരെ ഉണ്ടാവും. പക്ഷേ ആരെങ്കിലും ഇന്നതാണെന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ അതിനെ നമ്മൾ അംഗീകരിക്കാൻ പോകുന്നു വേണ്ട. നമ്മുടെ ക്രിസ്തു അങ്ങനെ മറ്റെവിടെയെങ്കിലും ഉണ്ടെന്നുള്ള രീതിയിലല്ല വിശ്വസിക്കുന്നത്. 147-ാം സങ്കീർത്തനം അതിന്റെ 19-20 വാക്യം, അവൻ യാക്കോബിന് തന്റെ വചനവും ഇസ്രായേലിന് തന്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു. അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല, അവന്റെ വിധികളെ അവർ അറിഞ്ഞിട്ടുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പരിജ്ഞാനത്തിനേതായിരിക്കുന്ന ദൂതുകൾ അന്നത്തെ കാലത്തെ അജ്ഞതയിലായിരിക്കുന്ന, പരിജ്ഞാനമില്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ഇസ്രായേലായിരിക്കുന്ന ദൈവജനത്തിന് കൊടുത്തതെല്ലാം വളരെ അനുഗ്രഹിക്കപ്പെട്ട, അല്ലെങ്കിൽ അന്നത്തെ സാമൂഹിക ജീവിതത്തോട് ബന്ധത്തിലുള്ള നല്ല ദൂതുകളായിരുന്നു, നിയമങ്ങളായിരുന്നു അവർക്ക് കൊടുത്തിരുന്നതാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. മലാഖയുടെ പ്രവചനം വായിക്കുമ്പോൾ അത് വളരെ വ്യക്തമായി മലാഖയുടെ പ്രവചനത്തെ അതേക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലാഖയുടെ പ്രവചനത്തിൽ 2-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ആരാണ് പുരോഹിതൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാക്കിയാൽ അവന്റെ ആദരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ച് പഠിക്കേണ്ടതുമല്ലോ. ഇതുകൊണ്ടാണ് കർത്താവ് ഈ പരീശന്മാരെ നോക്കിയിട്ട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങൾ സ്വകാര്യ താക്കോൽ എടുത്തു കളഞ്ഞ് നിങ്ങൾ കയറുന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ പരിജ്ഞാനത്തെ താക്കോൽ എന്ന് പറയുമ്പോൾ പഴയ നിയമം, ന്യായപ്രമാണം, അവർ കൊടുത്ത പ്രമാണങ്ങളൊക്കെ അത് പരിജ്ഞാനത്തിനായിരുന്നു. അന്നത്തെ കാലത്ത് പാപങ്ങളെക്കുറിച്ചുള്ള അറിവ്, എന്തൊക്കെ ചെയ്യുന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിലാണ് കർത്താവ് 11-ാം അധ്യായം അതിന്റെ 52-54 വാക്യങ്ങളിലാണ് കർത്താവ് ഈ പരിജ്ഞാനത്തിന്റെ താക്കോലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 52-54 വാക്യങ്ങൾ ഞാൻ വായിക്കാം. ന്യായശാസ്ത്രിമാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ പരിജ്ഞാനത്തിന്റെ താക്കോൽ എടുത്ത് കളഞ്ഞു, നിങ്ങൾ തന്നെ കടന്നില്ല, കടക്കുന്നവരെ
തടുത്തും കളഞ്ഞു എന്ന് പറഞ്ഞാൽ അവര് ഇതെല്ലാം കസ്റ്റോഡിയൻസ് എന്ന് പറഞ്ഞു അവരുടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, ന്യായപ്രമാണം അവിടെ ഉണ്ട്, അവരാണ് എല്ലാം അറിയാതെ പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുക. പക്ഷേ പുരോഹിതൻ എന്ന് പറയുമ്പോൾ, ഈ പരീക്ഷ എന്നൊക്കെ പറയുമ്പോൾ, ന്യായപ്രമാണ ശാസ്ത്രിമാരെന്ന് പറയുമ്പോൾ ഇവരെല്ലാം പഠിച്ച് വെച്ചിരിക്കേണ്ടവരാണ്. പക്ഷെ അവരെ സംബന്ധിച്ചുള്ള അവർക്ക് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ ദൈവരാജ്യത്തിന് വേണ്ടിയോ മനുഷ്യനെ നന്നാക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചില്ല എന്നതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ന്യായശാസ്ത്രിമാരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ പരിജ്ഞാനത്തിന്റെ താക്കോൽ എടുത്തു കളഞ്ഞു, നിങ്ങൾ തന്നെ കടക്കുന്നവരെ തടുത്തും കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദിവസങ്ങളിൽ അവരുടെ പ്രധാന ചിന്ത കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ദൈവത്തിന്റെ ശുശ്രൂഷയാണെന്നല്ല വിചാരിച്ചത്, ഇത് ഉപജീവന മാർഗമായിട്ട് അവർ മാറ്റമായിട്ട് ഇടയാത്തുള്ളൂ. അതുകൊണ്ട് ക്രിസ്തു യേശുവിന്റെ സുവിശേഷീകരണം ഇതൊക്കെ നമ്മൾ തന്നിരിക്കുന്നത് ഉപജീവന മാർഗത്തിന്റെ മാർഗമല്ല. അത് സുവിശേഷം നമ്മൾ ഉപജീവിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പ്രധാനമായിരിക്കുന്ന ലക്ഷ്യം മനുഷ്യരക്ഷയാണ്, മനുഷ്യനെ വിടിവിക്കുന്നതാണ്. ഇവിടെ പുരോഹിതന്മാരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യപരായിരുന്നു. അവര് നേരെയുള്ള വിധി അവരുടെ വായിൽ, നേരെയുള്ള ഉപദേശം അവരുടെ വായിൽ ഉണ്ടായിരുന്നു. നീതികേട് അവന്റെ ആദരങ്ങളിൽ കണ്ടതുമില്ല. സമാധാനമായും പരമാർത്ഥമായും അവരെന്നോട് കൂടെ നടന്ന് പലരെയും അകത്യം വിട്ട് തിരിയുമാറാക്കി. അപ്പോൾ അങ്ങനെ അകത്യം വിട്ട് തിരിയുമാറാക്കുന്ന ഒരു ശുശ്രൂഷയാണ് പുരോഹിതന്മാർക്ക്, ലേബർക്കൊക്കെ ദൈവം കൊടുത്തിരുന്നത്. ന്യായശാസ്ത്രിമാരും അവരതിനു വേണ്ടിയാണ് ദൈവം വെച്ചിരുന്നത്. പക്ഷെ ഇവരൊക്കെ അത് വിട്ടിട്ട് അതിൽ നിന്ന് അവര് വിട്ടുതിരിയുമാറാക്കി ഇവരുടെ വഴിക്ക് പോയി കഴിഞ്ഞപ്പോൾ പാപവും അകത്യം വർദ്ധിക്കുവാൻ ഇടയായിത്തീർന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പരിജ്ഞാനത്തിന് താക്കോലാകുന്ന ന്യായപ്രമാണത്തിന്റെ അല്ലെങ്കിൽ ദൈവിക അരുളപ്പാടുകളുടെ പരിജ്ഞാനം, താക്കോൽ നിങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നു, അത് നിങ്ങൾ എടുത്തു കളഞ്ഞു, നിങ്ങൾക്ക് കടക്കാനും കഴിഞ്ഞില്ല, അല്ലെങ്കിൽ കടത്താനും കഴിയാത്ത രീതിയിൽ ഉള്ള ഒരു അവസ്ഥയിലാണ് കർത്താവ് പറഞ്ഞത്. പത്രോസോട് പറഞ്ഞു, പത്രോസേ നിന്നെ ബലയോന ശിമോനെ നീ ഭാഗ്യവാൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗരാജ്യത്തിൽ താക്കോൽ ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞു. നീ ഭൂമിയിൽ കിട്ടുന്ന എല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു, ഭൂമിയിൽ അഴിക്കുന്ന എല്ലാം സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ പരിജ്ഞാനത്തിന്റെ താക്കോലായിരുന്ന പഴയ നിയമത്തിന്റെ ന്യായപ്രമാണം അവർക്ക് മാത്രമുള്ള പ്രമാണമുണ്ടായിരുന്നു, ഇസ്രായേലിന് വേണ്ടി മാത്രമുള്ളതായിരുന്നെങ്കിൽ കർത്താവ് അത് മാറ്റിയിട്ട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ, സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സുവിശേഷത്തിന്റെ താക്കോൽ യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട ഉയർത്തതിനു ശേഷമായി താക്കോൽ കൈമാറി. ആ സന്ദേശമാണ് ലോകത്തിൽ 2000 വർഷമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിന്റെ താക്കോൽ. അതിന്റെ ഭാഗമായി തിരുവാൻ, സുവിശേഷം അറിയിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ ദൈവമായ കർത്താവ് നൽകിയ അധികാരമാണത്. ആ അധികാരം നാം ഉപയോഗിക്കണം. അതുകൊണ്ട് സുവിശേഷം പറയാൻ പോകുമ്പോൾ പേടിച്ചൊന്നും പോകണ്ട, ഭയപ്പെട്ടും പോകണ്ട. സ്വർഗീയ അധികാരമാണ്. അപ്പോൾ ഈ അധികാരത്തെക്കുറിച്ച് അറിയാൻ കഴിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഭയവും നാണവും ഒക്കെ ഉണ്ടാകുന്നത്, ലജ്ജയൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട്. എന്താണ് കയ്യിരിക്കുന്നത് അറിയത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കൊടുത്തിന് അധികാരം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നാണിച്ചാണ് നിൽക്കുന്നത്? അദ്ദേഹം ലജ്ജയോടെയാണ് നിൽക്കുന്നത്? അല്ല. തനിക്ക് ലഭിച്ചിരിക്കുന്ന ആ അടയാളം താൻ വഹിച്ചു കഴിയുമ്പോൾ തനിക്ക് അതിന്റെ ധൈര്യമുണ്ട്, പ്രത്യാശയുണ്ട്, അതാണ് അതനുസരിച്ചാണ് ചെയ്യുന്നത്. എന്നാൽ പലപ്പോഴും നമുക്ക് ലഭിച്ചിരിക്കുന്ന അധികാരം എന്താണെന്ന് നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് നമുക്ക് ലജ്ജയും നാണക്കേടും ഭയമൊക്കെ ഉണ്ടാകുന്നത്. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവും തിരുത്താൻ ആഗ്രഹിക്കുക. യേശു അടുത്ത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിക്ഷയായിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് വിളിച്ചത്. കർത്താവ് കമ്മീഷൻ ചെയ്തു. പിതാവ് തന്നിരിക്കുകയാണ് സുവിശേഷത്തിന്റെ താക്കോൽ, തന്നിരിക്കുന്ന അധികാരമാണ്. അപ്പൊ ഈ സുവിശേഷത്തിന്റെ അധികാരം ഉപയോഗിച്ചാണ് ഒരുവനെ ദൈവരാജ്യത്തിൽ അഥവാ സ്വർഗരാജ്യത്തിലേക്ക് അല്ലെങ്കിൽ നിത്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള ദൗത്യവും അധികാരവുമാണ് ദൈവസഭയ്ക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കൈവശം ഇരിക്കുന്നത് പഴയ നിയമത്തിലുണ്ടായിരുന്ന പരിജ്ഞാനത്തിന്റെ താക്കോലല്ല, അതിനേക്കാളെല്ലാം ശ്രേഷ്ഠമായിരിക്കുന്ന കൃപയുടെ ധനം ഉള്ള അത്യന്ത ധനത്തെ, കൃപയുടെ അത്യന്തധനമായിരിക്കുന്ന കുഞ്ഞാടിന്റെ രക്തത്തിന്റെ അതിന്റെ ആ സമ്പാദ്യത്തിന്റെ വിചാരകന്മാരായിട്ടാണ് ദൈവം നമ്മളെ ഈ സുവിശേഷ താക്കോൽ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മൾ പറയുന്നത് സുവിശേഷ മുഖാന്തരം എന്താ നമ്മളവിടെ ഉപയോഗിക്കുന്നത്? എന്താണ് അധികാരം? എന്താ ഉപയോഗിക്കുന്നത്? അവിടെ എന്താണ് നമ്മൾ അവിടെ ചെയ്യുന്നത്? സുവിശേഷത്തിൽ എന്താ ചെയ്യുന്നത്? യേശുവിന്റെ രക്തത്തെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, വിലയ്ക്ക് വാങ്ങിയാണ് ഒരു മനുഷ്യനെ സുവിശേഷ മുഖാന്തരമായിട്ട്. സുവിശേഷ മുഖാന്തരമായി നടക്കുന്നത് ഒരു പർച്ചേസിംഗ് ആണ്, ഒരു വീണ്ടെടുപ്പ്, ഒരു വില കൊടുത്ത് വാങ്ങുകയാണ്. എന്നെയും നിങ്ങളെയും വിലയ്ക്ക് വാങ്ങിയത് കുഞ്ഞാടിന്റെ രക്തം കൊണ്ട്. അപ്പോൾ സുവിശേഷം അറിയിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരുവനെ പാപത്തിന്റെ അധീനതയിൽ നിന്ന് അവനെ പർച്ചേസ് ചെയ്യുന്നു. അതിന് പുറകിൽ പ്രവർത്തിക്കുന്ന ശക്തി യേശുവിന്റെ ജീവന്റെ ശക്തിയാണ്. അപ്പോൾ അതൊരു അധികാരമാണ്.
കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തിയാൽ സുവിശേഷം അറിയിപ്പാൻ. അതുകൊണ്ട് ദിവസങ്ങളിൽ സുവിശേഷം അറിയിക്കുമ്പോൾ ഉള്ളിൽ ആ ധൈര്യം ഉണ്ടായിരിക്കണം. ഞാൻ എൻ്റെ യേശുവിനാൽ അഭിഷക്തനാണ്. ക്രിസ്തുയേശുവിന്റെ സുവിശേഷത്തെ, വചനത്തെ ധൈര്യമായി പ്രസ്താവിപ്പാൻ ദൈവം നമുക്ക് കൃപ തന്നിരിക്കുന്നു. അതാണ് പുതിയ നിയമത്തിന്റെ കൃപായുഗത്തിലെ അധികാരം. അതുകൊണ്ട് പേടിച്ച് ഭയപ്പെട്ടുമല്ല നാം നിൽക്കേണ്ടത്, ധൈര്യത്തോടെ നിൽക്കണം. ക്രിസ്തു വന്നിരിക്കുന്ന അധികാരമായ സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ നൽകപ്പെട്ടിരിക്കുന്ന അധികാരത്തിൽ നിന്ന് അവരാണ് പറഞ്ഞു വിട്ടത്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടോളാൻ പറഞ്ഞിരിക്കുന്നത്. ചിലർ തടസ്സം ഉണ്ടായെന്ന് പറഞ്ഞാൽ വിഷമമൊന്നുമില്ല, മറ്റൊരു സ്ഥലങ്ങൾ ദൈവമായി തുറന്നു വരും. ദൈവത്തിന്റെ സമയത്ത് ദൈവം എല്ലാം നന്നായി ചെയ്യുന്ന ദൈവമാണ്. ഞാനിപ്പോൾ താക്കലുകളെ കുറിച്ച് പറഞ്ഞതിനകത്തുനിന്ന് കാര്യം മനസ്സിലായില്ല. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ശുശ്രൂഷ, ദൂതന്മാരെക്കാൾ വലിയൊരു ശുശ്രൂഷ ദൈവം തന്നിരിക്കുന്നത് പറയുന്ന അർത്ഥം ഇതാണ്. ദൂതന്മാരുടെ കയ്യിൽ അഗാധകൂപത്തിന്റെ താക്കോലുണ്ട്. അവിടെ പ്രത്യേക ജീവികളുണ്ട്. അതിനെ അടച്ചു വെച്ചിരിക്കുന്ന താക്കോൽ തുറക്കാനും അവരെ കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ദൈവസഭയോട് പറഞ്ഞില്ല അത്. അതുപോലെ അഗാധത്തിന്റെ താക്കോൽ സാത്താനായിട്ട് പൂട്ടാനായിട്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്, അതിനൊരു ദൂതം മതി. എന്നാൽ അനേകരെ പാപത്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരുവാൻ വേണ്ടി, നരകാഗ്നിയിൽ നിന്ന്, അഗ്നിനരകത്തിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി ദൈവം അഭിഷേകം ചെയ്ത് നമുക്ക് തന്നിരിക്കുന്ന അധികാരം, താക്കോൽ തന്നിരിക്കുന്ന സുവിശേഷം, അത് നമ്മുടെ മേൽ തന്നിരിക്കുന്നതാണ്. അത് നാം ഉപയോഗിക്കേണ്ടതാണ്. അത് ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് ഉപയോഗിക്കപ്പെടണം. അതാണ് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന അധികാരം അത് ചെറിയ കാര്യമല്ല, വലിയ അധികാരമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. മരണത്തെ ജയിച്ചുയർത്തുന്നേറ്റ ക്രിസ്തുയേശുവിൽ ആണ് നാം അഭിഷക്തരായിരിക്കുന്നത്. അതാണ് പത്രോസ് പറഞ്ഞത്. മീൻപിടുത്തക്കാരയക്കുന്ന പത്രോസ് പറഞ്ഞത്, പത്രോസേ, നിനക്ക് പരിജ്ഞാനത്തിന്റെ താക്കോൽ അല്ല നിനക്ക് ഞാൻ തരുന്നത്, അത് ന്യായപ്രമാണ ശാസ്ത്രിമാരും പുരോഹിതന്മാരും ഒക്കെ കൊണ്ടു നടക്കുമ്പോൾ കൃപയുടെ യുഗത്തിൽ നിന്നെ വേർതിരിച്ച്, നിന്നെപ്പോലുള്ള വേർതിരിച്ച് എടുത്തിരിക്കുന്നത് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ തരാൻ വേണ്ടിയാ. പഴയ നിയമത്തിന്റെ പരിജ്ഞാനത്തിന്റെ താക്കോൽ കൊണ്ട് ആർക്കും ഒന്നും രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ പാപങ്ങളെ മാത്രമുള്ള പരിജ്ഞാനമാണ് അവർക്ക് ലഭിച്ചെങ്കിൽ എങ്ങനെ രക്ഷപ്പെടാൻ കഴിയാതിരുന്നെങ്കിൽ, പുതിയ നിയമത്തിൽ ദൈവം തുറന്നിരിക്കുന്ന വാതിൽ അത് രക്ഷയുടെ വാതിലാണ്, പാപപരിഹാരത്തിന്റെ വാതിലാണ്. പഴയ നിയമത്തിലെല്ലാം ഓർമ്മകൾ മാത്രമാണ് നടത്തി വന്നതെങ്കിൽ പുതിയ നിയമത്തിൽ ഓർമ്മകൾ അല്ല നടത്തുന്നത്. നാം പാപിയായി നമ്മെ വിടിവിച്ച നമ്മുടെ കർത്താവിനെ ഓർമ്മിക്കുകയാണ് നാം ചെയ്യുന്നത്. നമ്മൾ പാപങ്ങളെ കുറിച്ച് ഓർക്കുകയല്ല ചെയ്യുന്നത്. നാം യേശു രക്ഷകൻ എന്ന് പറയുമ്പോൾ ഞാൻ പാപിയായിരുന്നു, പാപത്തിൽ നിന്ന് എന്നെ വിടിവിച്ച എന്റെ ദൈവത്തെ ഓർക്കുന്നു. പഴയ നിമിത്തം അങ്ങനെയല്ല. പഴയ നിമിത്തം ഓരോ വർഷം ചെല്ലുന്ന ഓരോ ചെയ്ത പാപങ്ങളെ ഓർത്തിട്ടാ പോകുന്നത്. ആടും കാളയും ഒക്കെ, കാളകളൊക്കെ അവിടെ പടഞ്ഞു മരിക്കുന്ന സമയത്ത് എന്റെ പാപത്തിന് വേണ്ടിയാണല്ലോ എന്ന് പറഞ്ഞ് മാനസാന്തരം ഉണ്ടായി അല്പസമയത്തേക്ക് ഒരു കുറ്റബോധമൊക്കെ ഉണ്ടാക്കി അവർ തിരികെ പോരും. പക്ഷെ അതിന് മാറ്റമുണ്ടായിരുന്നില്ല. എന്നാൽ കാൽവറിയിൽ യേശു കർത്താവ് പടഞ്ഞു മരിച്ചത്, അവൻ മരിച്ചതിന്റെ ആ ദർശനം ലഭിച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു മാനസാന്തരമല്ല തന്നിരിക്കുന്നത്, നിത്യതയോളം നിലനിൽക്കുന്ന പാപത്തിൽ നിന്ന് മോചനം തന്ന് നമ്മെ ശുദ്ധീകരിച്ച കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ വ്യാപരിക്കുന്നുണ്ട്. അപ്പോൾ പഴയ നിയമത്തിൽ കാളകളും അങ്ങനെയുള്ള ആടുകളും ഒക്കെയും അത് യാഗമർപ്പിക്കുമ്പോൾ മരണവേദനയോടെ കൈകാലുകൾ തടിക്കുമ്പോൾ യാഗം നടത്തുന്ന വ്യക്തിക്ക് നോക്കി ഒരു മനസ്സിന് മനസ്താപം ഉണ്ടാകുമ്പോൾ എനിക്ക് വേണ്ടിയാണല്ലോ എന്ന്. എന്നാൽ അതിനൊന്നും മനുഷ്യപാപത്തെ പരിഹരിക്കാൻ കഴിയാതിരുന്നപ്പോൾ 2000 വർഷം മുമ്പ് പിതാവാം ദൈവത്തിന്റെ ഓമനക്കുഞ്ഞാടായിരുന്ന യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി യാഗമായി തീർത്തു. രാത്രിയിൽ അവനേക്ക് നോക്കിക്കഴിഞ്ഞാൽ നാം നമ്മുടെ പാപങ്ങളെയല്ല ഓർക്കുന്നത്, നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ വിടിവിച്ച നമ്മുടെ അരുമനാഥനായിരിക്കുന്ന കുഞ്ഞാടിനെയാണ് നാം ഓർക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പാപങ്ങളെ കുറിച്ച് ഓർക്കുന്നവരല്ല, നാം നമ്മെ പാപത്തിൽ നിന്ന് വിടിവിച്ച ദൈവത്തെയാണ് ഓർക്കുന്നത്. അതുകൊണ്ട് രാത്രി ആരും പാപത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കേണ്ട. നാം ഓർക്കുന്നത് പാപത്തെക്കുറിച്ചല്ല. പഴയ നിയമത്തിലല്ല, എല്ലാ പ്രമാണങ്ങളിലും എല്ലാ മതങ്ങളിലും പിന്നെയും പാപത്തിന് വേണ്ടിയുള്ള ചിന്തകളൊക്കെ ആണെങ്കിൽ, ഒരിക്കലായിട്ട് യേശു കഴിച്ച ഏകയാഗത്താൽ പാപത്തിന് പരിഹാരം വരുത്തിയെന്ന് വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും പണ്ട് ചെയ്ത പാപങ്ങളെ കുറിച്ച് ഓർത്തിരിക്കുന്നവരല്ല. നമ്മളെ കടും ചുവപ്പായിരുന്ന പാപത്തിൽ നിന്ന് അത് ഹിമം പോലെ വെളുപ്പിച്ച കുഞ്ഞാടിനെ ഓർക്കുന്നതാണ് നമ്മുടെ ആരാധന. അതാണ് നമ്മുടെ യഥാർത്ഥമായ ജീവിതത്തിന്റെ വ്യത്യസ്തത. അതാണ് പുതിയ നിയമത്തിൽ നമ്മൾ ഓർമ്മയുണ്ട്. നമ്മൾ ഓർക്കുന്നത് പഴയ നിയമത്തിനെ പോലെ പാവങ്ങളെല്ലാം ഓർത്ത് വർഷം പോരുകയല്ല. നമ്മൾ ആരാധന കടന്നു വരുമ്പോൾ പണ്ട് ചെയ്ത് പാവമെല്ലാം ഓർത്തുകൊണ്ടല്ല ഇരിക്കുന്നത്. അതെല്ലാം ദൈവം എന്ത് ചെയ്തു? സമുദ്രത്തിൽ ആഴത്തിലിട്ട് കളഞ്ഞു. നാം കാണുന്നത് പാപത്തിന്റെ പട്ടികയല്ല കാണുന്നത്, കുഞ്ഞാടിന്റെ
ആ വിലയേറിയ രക്തം കൊണ്ട് നമ്മെ വിലയ്ക്ക് വാങ്ങി ശുദ്ധീകരിച്ച ശുദ്ധീകരണത്തിന്റെ ശക്തിയാണ് നമ്മുടെ ആരാധനയിൽ കൂട്ടായ്മകളിൽ വെളിപ്പെട്ടു വരേണ്ടത്. അതാണ് ഇന്ന് രാത്രിയിൽ വെളിപ്പെടുന്നത്. അല്ലാതെ പാപത്തെക്കുറിച്ച് പ്രസംഗിക്കുകയല്ല. പാപിയാണെന്ന് പറഞ്ഞ് പാപത്തിന്റെ പ്രസംഗം നീട്ടി എന്നും പാപിയാണെന്ന് പറഞ്ഞ് പോകുന്ന ഒരു പ്രസ്ഥാനമല്ല ദൈവത്തിന്റെ സഭ. മരിക്കുന്ന സമയത്തും പാപി എന്ന് പറഞ്ഞ് മരിക്കാനല്ല ദൈവം വെച്ചിരിക്കുന്നത്. നമ്മെ നീതീകരിച്ച കുഞ്ഞാടിന്റെ രക്തത്തിനായി സ്തോത്രം ചെയ്യാം. പലരും അവസാനം പറയും ബലഹീനരും പാപികളുമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ പറയും. അപ്പോൾ അവർ ചെയ്യുന്ന ശുശ്രൂഷ എന്താണ്? അങ്ങനെയല്ല, പാപത്തിന്റെ ഓർമ്മയല്ല. അതെല്ലാം അക്ഷരത്തിന്റെ ശുശ്രൂഷകളാണ്. അത് കൊല്ലുന്നതാണ്. അതെല്ലാം താൽക്കാലികമാണ്. അതെല്ലാം കൊല്ലുന്നു. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അതിലൊക്കെ അക്ഷരത്തിന്റെ ശുശ്രൂഷകളാണ്. ബലഹീനരും പാപികളും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ ബലഹീനരും പാപികളും ആയിരുന്നു. എന്നാൽ ക്രിസ്തു യേശു മുഖാന്തരം നാം നീതീകരിക്കപ്പെട്ടു. നമ്മുടെ ഗലാത്യത്തിൽ പറയുന്നത് യേശു ക്രിസ്തുവിൽ നീതീകരണം നാം തേടുന്നുവെങ്കിൽ നാമും പാപികളൊന്നോ ഒരു നാളുമല്ല. ക്രിസ്തുവിൽ നീതീകരണം പ്രാപിച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് ഉള്ളിൽ കൈ വെച്ചുകൊണ്ട് പറയണം, നെഞ്ചത്ത് വെച്ച് പറയണം, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു വിശുദ്ധനാണ്, നീതിമാനാണ്, എന്നെ നീതീകരിച്ചു. അതുകൊണ്ട് പിശാചേ, നിനക്ക് എന്നോട് യാതൊരു സ്ഥാനവുമില്ല, നിനക്ക് എന്നോടൊരു കാര്യവുമില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞതാ, ഈ ലോകത്തിന്റെ പുറകെ വരുന്നു, അവൻ എന്നോടൊരു കാര്യമില്ലെന്ന് പറയാൻ കാരണം, വിശുദ്ധീകരിക്കുന്ന സത്യവാനായിരിക്കുന്ന യേശു പറഞ്ഞു, ഞാൻ സത്യത്തിന്റെ ദൈവമാ, ബോഷ്കിന്റെ ദൈവമായിരിക്കുന്ന അന്ധകാരത്തിന്റെ മണ്ഡലത്തോട് പറഞ്ഞു, നിനക്ക് എന്നോടൊരു കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ പാവിയാരും നമ്മെ ശുദ്ധീകരിച്ച കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കുന്ന നമുക്ക് പറയണം, ഈ ലോകത്തിലെ ദൈവത്തിന് പറയണം, നിനക്ക് എന്നോടൊരു കാര്യമില്ല, എന്റെ കുടുംബത്തോടൊരു കാര്യമില്ല, എന്റെ തലമുറയോടൊരു കാര്യമില്ല, എന്നെ ശുദ്ധീകരിച്ചത് കുഞ്ഞാടിന്റെ രക്തമാണ്. അപ്പോൾ നമുക്ക് നിൽക്കുന്ന അധികാരത്തിനായി ഇത് രാത്രി നമുക്ക് സ്തോത്രം ചെയ്യാം. അത് ഈ പറയുന്ന 6 താക്കോലുകളെ കുറിച്ച് ഞാൻ വേഗത്തിൽ ചിന്തിച്ചു പോയത്, യേശുക്രിസ്തുവിന്റെ കയ്യിലിരിക്കുന്ന താക്കോൽ അത് നമുക്കൂടെ നൽകാനുള്ള താക്കോലാണ്. അത് കർത്താവ് പറഞ്ഞിരിക്കുന്ന രാജ്യത്ത് നമുക്കുണ്ട്, അവനോടുകൂടെ നാം വാഴും. അതുപോലെ ക്രിസ്തു യേശുവിന്റെ മരണത്തിന്റെയും പാതാളത്താക്കോൽ അവന്റെ കൈവശമുണ്ട്. അത് ദൂതന്റെ കൊടുക്കത്തില്ല. അത് അതിന് അവകാശം നമ്മളായി തീരുവാനിടയായിത്തീരും. അപ്പോൾ ഈ പറയുന്ന താക്കോലുകളെ കുറിച്ച് മാത്രം ഞാൻ വേഗത്തിൽ ഒന്ന് പറഞ്ഞു പോയത്, ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ അതൊന്ന് ഓർത്തു പോകണമല്ലോ. തുടർന്നുള്ള പഠനങ്ങളിൽ ഈ ഭാഗങ്ങൾ വരുന്നതുകൊണ്ട് അതുകൊണ്ട് അത് പ്രയോജനപ്പെടുവാനും ഇടയായിത്തീരും. അപ്പോൾ ദാവീദ് ഗൃഹത്തിലെ താക്കോൽ അവന്റെ തോളിൽ വെക്കും, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല എന്ന് പറയുന്ന അഭിസംബോധന വാക്യം പറഞ്ഞിരിക്കുന്നത്. ഇന്നിന്റെ അധികാരങ്ങളുണ്ട്. അത് ആർക്കൊക്കെ കൊടുത്തിരിക്കുന്ന പറയുന്നത്, മനുഷ്യർക്ക് അധികാരം തന്നിട്ടുണ്ട്, ദൂതന്മാർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്, ദൈവത്തിന് അധികാരമുണ്ട്. അപ്പോൾ മനുഷ്യർക്ക് തന്നിരിക്കുന്ന അധികാരം സുവിശേഷമാണ്. ദൂതന്മാർക്ക് തന്നിരിക്കുന്ന അധികാരം അത് അഗാധകൂപം തുറക്കാനും അതുപോലെ തന്നെ അഗാധം അടച്ചുപൂട്ടുവാനും വേണ്ടിയുള്ള അധികാരമാണ് കൊടുക്കുന്നത്. അതേക്കുറിച്ച് നമ്മൾ പഠിക്കും. എന്നാൽ ക്രിസ്തു യേശുവിന്റെ കയ്യിലുള്ള അത് നമ്മളും അവനോടുകൂടെ സിംഹാസനിരിക്കുമ്പോൾ ന്യായവിധിയുടെ അധികാരവും രാജ്യത്തിന്റെ അധികാരവും അവനോടുകൂടെ നാമും ഇരിക്കാനുള്ളവരാ. രാത്രി സന്തോഷമുണ്ടോ? നാം അധികാരമുള്ളവരല്ലേ? എനിക്കൊന്നുമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലല്ലേ നമ്മൾ പലപ്പോഴും ഇരിക്കുന്നത്. എനിക്കൊന്നുമില്ല, എനിക്കൊരു അധികാരവുമില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന അധികാരം സ്വർഗീയ അധികാരമാണ്. അത് നിത്യതയോളം നിലനിൽക്കുന്ന അധികാരമാണ്. ദാവീദിന്റെ സന്തതിയായിട്ട് ജനിച്ച് അനേകർ മരിച്ച്, ശലോമോനൊക്കെ മരിച്ചുപോയി, അവർക്ക് നിത്യമായ രാജ്യത്വം കിട്ടാൻ കഴിഞ്ഞില്ല. എന്നാൽ ദാവീദ് സന്തതിയായ ഒരുവൻ വന്നു, യേശു ക്രിസ്തു. അവന്റെ രാജ്യം നിത്യമായതുകൊണ്ട്, അവന്റെ സന്തതി ആയതുകൊണ്ട് നമ്മുടെയും രാജ്യത്വത്തിന് അവസാനം ഉണ്ടാകുകയില്ല. നിത്യരാജ്യത്വമാണ് ദൈവമക്കൾക്ക് ലഭിക്കുന്നത്. അതിനായി ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്യും. അപ്പോൾ ഇതാണ് അഭിസംബോധന വാക്കുകൾ പറഞ്ഞിരിക്കുന്നത്. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കർത്താവാണ് അധികാരം. അവൻ ചെയ്തു കഴിഞ്ഞാൽ അതിനപ്പുറമായിട്ടൊന്നുമില്ല. അവനാണ് രാജ്യത്വത്തിന് അവകാശമുള്ളത്. അവന്റെ ഭരണത്തെ ആർക്കും തന്നെ മറ്റാരുടെയും ഇഷ്ടപ്രകാരമല്ല അത് സ്ഥാപിതമാക്കുന്നതോ അത് നീങ്ങിപ്പോകുന്നു. 1000 ആണ്ട് ഇവിടെ കർത്താവ് ഭരിക്കുന്ന 1000 ആണ്ട് ഇവിടെ യേശു ഭരിക്കും. അത് ദൈവത്തിന്റെ കയ്യിലുള്ളതാണ്. അതുപോലെ അത് ചെയ്യും. രണ്ടാമതായി സഭയെക്കുറിച്ചുള്ള പൊതുവായ വിലയിരുത്തലാണ്. ഫിലദെൽഫ്യ സഭയെ പൊതുവായി വിലയിരുത്തിയിട്ട് ദൈവം പറയും, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. 3-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു. ഇത് പറയുന്ന ഒരുപോലെയാണെങ്കിലും ഇത് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു എന്ന് സർവീസിലെ സഭയോട് പറഞ്ഞിട്ട് പറയുകയാണ്. അവരോട് പറഞ്ഞിരിക്കുന്നത് വേറെ രീതി പറയല്ലേ, ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവസന്നിധിയിൽ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു ജീവനുണ്ടെന്ന്. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുമെന്ന് പറയുമ്പോൾ നമ്മൾ വേഗത്തിൽ വിചാരിക്കും സർവീസ് സഭയെക്കുറിച്ച് പറഞ്ഞ പോലെ ഒരു ദൂതാണോ ഇവിടെ പറയാൻ പോകുന്നത്? അല്ല, പറഞ്ഞിരിക്കുന്നത് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തി ഉള്ളുവെങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നറിയുവാനും സംഗതി വരുത്തും. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള
പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. അപ്പം കർത്താവ് ഓരോ സഭയുള്ള ദൂതും പറയുമ്പോൾ ഓരോ വ്യത്യസ്തമായ സന്ദർഭങ്ങൾ എടുത്താണ് കർത്താവ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ സർവീസ് സഭയോട് പറഞ്ഞു, ഞാൻ കള്ളനെ പോലെ വരുന്നു. കർത്താവിന്റെ മധ്യാകാശവനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ഈ സഭയോട് ദൂത് പറഞ്ഞിരിക്കുന്നത് അവസാനം വരെ സഹിച്ചു നിൽക്കുന്നതിനെ കുറിച്ച്. അവസാനം സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടുന്ന പറയുന്നല്ലേ, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടും. അപ്പോൾ ഈ ദൂത് പറഞ്ഞിരിക്കുന്നത് സഭ എടുക്കപ്പെട്ട ശേഷവും സഭയുടെ ശേഷിപ്പ് ഇവിടെ ഉണ്ടായിരിക്കും. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്ന ഒരു ശേഷിപ്പിൽപ്പെടുന്നവരായി ഫിലദെൽഫ്യ സഭയെ കാണുകയാണ്. എന്ന് പറഞ്ഞാൽ ജയാളികളായിരിക്കുന്ന ഒരു പോയി എടുക്കപ്പെട്ട് കഴിഞ്ഞാലും സഭ അതുകൊണ്ട് തീർന്നു പോകുന്നില്ല. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഭൂമിയിൽ വസിക്കുന്ന പരീക്ഷയുടെ ബോധ്യത്തിൽ എങ്ങും വരുവാൾ പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഫിലദെൽഫ്യ സഭ ആഗോള സഭയാണ്. അപ്പോൾ ആഗോള സഭയിലുള്ളവര് ഈ ലോകാവസാനത്തോളം ഇവിടെ ഉണ്ടായിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത് പലർക്കും കൊണ്ട് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്, എനിക്കറിയാം. അപ്പൊ അവര് വിചാരിക്കുന്ന സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സഭയില്ല, പിന്നെ സ്നാനമില്ല, കർത്തൃമേശയില്ലെന്നൊക്കെ വിചാരിക്കുന്നത്. എന്നാൽ കഥ പറഞ്ഞ് ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനത്തിൽ മാറ്റമില്ല. ഇപ്പൊ ഈ ലൂക്കോസ് 21 അധ്യായം 34-35 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ്, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കനി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സർവ്വഭൂതലത്തിൽ വസിക്കുന്ന ഏവർക്കും വരും. അപ്പോൾ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ സൂക്ഷിക്കാനാണ് വിളിക്കുന്നത്. ഇങ്ങനൊരു കാലം വരും. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 3 കാര്യങ്ങൾ. ഒന്ന്, ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവനം ചെയ്യുന്നതാണ്. ഒന്ന്, അതിഭക്ഷണം. ഭക്ഷണം ആവശ്യമാണ്. പക്ഷെ ഇന്ന് നമ്മൾ നോക്കിയാൽ ലോകത്ത് എവിടെ നോക്കിയാലും ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫുഡിനാണ്, ആഹാരത്തിനാണ് അല്ലേ. പണ്ടങ്ങനെ ഇല്ലായിരുന്നു. പണ്ടൊക്കെ ഒരു ചായക്കടി എവിടെ കണ്ടെന്നേ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ മുട്ടിന് എന്തെല്ലാം കടകളാണ് വരുന്നത്. ഒരു വരുന്ന ലോകാവസാനത്തിന്റെ ലക്ഷണം അതിഭക്ഷണം. ഭക്ഷണം ആവശ്യമാണ്. പക്ഷേ ഇന്ന് അതിഭക്ഷണത്തിലേക്ക് ഓവർ ഈറ്റിംഗ് അത് കൂടിക്കൊണ്ടിരിക്കുക. ഒന്ന് കണ്ണോടിച്ച് നോക്കിക്കേ. പലപ്പോഴും നമ്മൾ വൈകിട്ടൊക്കെ വരാമെങ്കിൽ ചിക്കൻ കരിയുന്ന മണമായിരിക്കും വഴി മുഴുവനും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ പലപ്പോഴും കോട്ടയത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെ ഒരു കടയിൽ നിന്ന് അടുത്ത കട ഇങ്ങനെ അവിടെ നിന്ന് പോരുന്ന സമയത്ത് അവിടെ മുഴുവനും മണം അടിക്കുന്നത്, ഞാൻ വേണമെന്നല്ല പറഞ്ഞത്, വാങ്ങിച്ച് കഴിച്ചോ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഹൃദയം അതിഭക്ഷണത്താൽ അങ്ങ് കുടുങ്ങിപ്പോകരുത്. നമുക്ക് വേണം ഉപവാസമൊക്കെ അതുകൊണ്ട് ഇടയ്ക്കെടുക്കുന്നത്. ദൈവസഭയ്ക്ക് ദൈവ ഉപവാസം ഇരിക്കുന്നതിന് വേണ്ടിയാണ്. എന്നും അങ്ങനെ ഭക്ഷണപ്രിയരായിട്ടിരിക്കാതെ ദൈവം നമ്മളെ ഉപവസിച്ച് പഠിപ്പിക്കും. നമുക്ക് 40 ദിവസം വരെ ഭക്ഷണം ഇല്ലാതിരിക്കാൻ പറ്റും. നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് കർത്താവ്. 40 ദിവസം വരെ ഉപവസിക്കാൻ ദൈവം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. 1-2 ദിവസമൊക്കെ ആഹാരമില്ലെന്ന് പറഞ്ഞാൽ ദൈവമൊക്കെ വലിയ കുഴപ്പമില്ല. കാരണം ദൈവമൊക്കെ ദൈവം പ്രാക്ടീസ് ചെയ്യും. ഞാൻ പറഞ്ഞത് അതിഭക്ഷണം എന്നുള്ളത്, ഓവർ ഈറ്റിംഗ് എന്ന് പറഞ്ഞത് അതിഭക്ഷണം ലോകാവസാനത്തിന്റെ ലക്ഷണമാണ്. അത് ഇപ്പോൾ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുക. ഇന്നത്തെ ഏറ്റവും നല്ലൊരു ബിസിനസ് വേണമെങ്കിൽ ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതാണ്. അതിനാണ് ഏറ്റവും വലിയ പ്രസക്തിയുള്ളത്, അതിനാണ് ഏറ്റവും കൂടുതൽ ചെലവുള്ളത്. അതിഭക്ഷണം ലോകാവസാന ലക്ഷണങ്ങൾ ഉൾപ്പെടുന്നു. 2, മദ്യപാനത്തെക്കുറിച്ച് പ്രസംഗിക്കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറിയാം എല്ലാവർക്കും, പറയേണ്ട ആവശ്യമില്ല. മദ്യപാനം ഈവൻ എല്ലാ ഗ്രൂപ്പിലേക്കും എത്തുവാനിടയായിട്ട് വന്നു. ചെറുപ്രായം മുതൽ പുരുഷ സ്ത്രീ വ്യത്യാസമില്ലാതെ എല്ലാവരും മദ്യപാനത്തിലേക്ക് കടന്നു പോകുന്നു. ലോകാവസാനത്തിൽ ലക്ഷണങ്ങളാണ് കാണുന്നത്. മദ്യപാനം, ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ഓവർ ഈറ്റിംഗ് കഴിയുമ്പോൾ അത് ദഹിക്കാൻ വേണ്ടി മദ്യം കൂടെ കുടിക്കണമെന്നുള്ള ചിന്ത വരും. അതാണ് സംഭവിക്കുന്നത്. മദ്യപാനം ഇതെല്ലാം മദ്യപാനം നശിക്കുന്നവന് മദ്യം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മദ്യം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് മനോവസ്ത്രമുള്ളവന് വീഞ്ഞും നശിക്കുമാറായിരിക്കുന്നവന് മദ്യവും കൊടുക്കുവീനെന്ന് സദൃശ്യവാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായാൽ മതി. നശിക്കാൻ പോകുന്ന ഒരു തലമുറ, ലോകം അതിന്റെ നാശത്തിലേക്ക് എത്തുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിഭക്ഷണത്താലും മദ്യപാനത്താലും. 3-ാമത്തെ ഒരു കൂട്ടാണ് ഉപജീവന ചിന്തകൾ. 3-ാമത്തെ കൂട്ടം പറഞ്ഞാൽ എന്ത് കഴിക്കും എന്നും ചിന്തകളാണ്. നാളത്തെക്കുറിച്ചുള്ള ചിന്ത, ഉപജീവന ചിന്തകളാണ് ഭാരപ്പെടും. ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചു. അത് സർവ്വഭൂതലത്തിൽ വസിക്കുന്ന ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് മദ്യപാനത്തിലേക്ക് മാത്രം ഒരു കൂട്ടർ ചിന്തിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ
ഉപജീവന ചിന്തകളാൽ ഭാരപ്പെട്ടിട്ട് എത്ര സമ്പാദിച്ചിട്ടും തികയുന്നില്ല, എത്ര എന്തെല്ലാം ചെയ്തിട്ടും ഭാരം മാറുന്നില്ല, പിന്നെയും 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 ഭാരം കൂടുകയാണ്, ഉപജീവന ചിന്തകളിൽ ഭാരപ്പെടുകയാണ്. ഇതെല്ലാം കാണിക്കുന്നത് ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ റിലീസ് ചെയ്തു. നമ്മൾ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നവരാണ്, ആവശ്യത്തിന് ഭക്ഷണം കഴിക്കണം. അതാണ് നീതിമാൻ വേണ്ടുവോളം ഭക്ഷിക്കുന്നു, ദുഷ്ടന്മാരുടെ വയറോ വിശന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. നീതിമാൻ വേണ്ടുവോളം ഭക്ഷിക്കുന്നു. എവിടെയും ചെന്ന് കഴിയുമ്പോൾ ആഹാരം വിളമ്പിക്കും വേണ്ടുവോളം കഴിച്ചോണം. അവിടെ വലിയ ഫോർമാലിറ്റി എടുത്തൊന്നിരിക്കുന്നു വേണ്ട. ഭയം പറയുന്നത് നീതിമാൻ വേണ്ടുവോളം ഭക്ഷിക്കുന്നു, ഓവർ ഈറ്റ് ചെയ്യത്തില്ല, വെറുതെ കിട്ടുന്നില്ല കൊണ്ട് അന്ന് കഴിക്കത്തില്ല. ഞാൻ അതേക്കുറിച്ച് പ്രസംഗിക്കാനല്ല ആഗ്രഹിക്കുന്നത്. പക്ഷേ ഓവർ ഈറ്റിംഗ് അല്ല, നീതിമാൻ വേണ്ടുവോളം ഭക്ഷിക്കുന്നു, ദുഷ്ടന്മാരുടെ വയറോ വിശന്നുകൊണ്ടിരിക്കുന്ന പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടരുണ്ട്. അപ്പോൾ ഈ ദുഷ്ടന്മാരുടെ വയറ് എപ്പോഴും വിശന്നുകൊണ്ടിരിക്കും, നീതിമാൻ വേണ്ടുവോളം. നമ്മളെങ്ങനെ കഴിക്കേണ്ടത്? വേണ്ടുവോളം കഴിക്കണം, കുറച്ചും കഴിക്കരുത്, ഓവർ ഈറ്റിംഗ് ആകാൻ പാടില്ല. ദൈവമക്കൾ എപ്പോഴും അവന് വേണ്ടിയ ആഹാരം വേണ്ടത് കഴിക്കണം, വേണ്ടത് കഴിക്കണം. അതാണ് ദൈവം. അതിന് ഫോർമാലിറ്റി ഒന്നും വേണ്ട. ആഹാരം വിളമ്പിച്ച് കഴിയുമ്പോഴത്തേനും നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. യഥാർത്ഥമായിട്ടുള്ള വ്യക്തിയാണ് അതിന് ആവശ്യമുള്ളതെടുത്ത് കഴിക്കും. അതാണ് എൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു യഥാർത്ഥമായ കാര്യം. അതാ ദൈവം അതാ പറഞ്ഞിരിക്കുന്നത്. അല്ല നമ്മളിതേക്കുറിച്ച് വലിയ ടെൻഷൻ അടിച്ചിട്ട് അല്ല ജീവിക്കേണ്ടത്. അതിഭക്ഷണം പാടില്ല, മദ്യപാനം ഒരിക്കലും ഭൂഷണമല്ല ചെയ്യാൻ പാടില്ല എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. മദ്യം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, നശിക്കുമാറായിരിക്കുന്നതിന് മദ്യം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് കുടുംബങ്ങളുടെ അടിത്തറമായി തോണ്ടുന്ന രീതിയിൽ സ്ത്രീകൾ ഉൾപ്പെടെ പെൺകുട്ടികൾ ഉൾപ്പെടെ അനേകര് മദ്യപാനത്തിലേക്ക് നീക്കൊണ്ടിരിക്കുമ്പോൾ, പലരും ഹോസ്റ്റലുകളിലും മറ്റു പല സ്ഥലങ്ങളിലും മദ്യപാനത്തിന് പിന്നാലെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, തലമുറ ചിന്തിച്ചുകൊള്ളുക, നാശമാണ് വന്നിരിക്കുന്നത്, നാശമാണ് എടുത്തിരിക്കുന്നത്. അത് പൈശാചികം ചെയ്തു കൂട്ടുന്നതാണ്. മദ്യമയക്ക് മരുന്നുകളിലൂടെ സുബോധം നഷ്ടപ്പെടുത്തി കളഞ്ഞുകൊണ്ട് മനുഷ്യനെ അതിന്റെ അവസാന നാശത്തിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പറയുകയാണ്, നിങ്ങൾക്ക് അങ്ങനെ വരാൻ പാടില്ല. അതിഭക്ഷണം, മദ്യപാനം, ഉപജീവന ചിന്തകൾ വരാതെ ദൈനംദിനം ജീവിപ്പാനുള്ള കൃപ നൽകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത്, കർത്താവ് നമുക്ക് വേണ്ടതെല്ലാം അതത് ദിവസം നൽകും. ഇന്ന് രാത്രിയിൽ സന്തോഷത്തോടെ ആയിരിക്കണം. നാളെക്കുറിച്ചുള്ള ചിന്തകള് ഭാരങ്ങൾ പെട്ടിരിക്കുവാനല്ല, നമ്മെ ദൈവം നടത്താൻ വിശ്വസ്തന. കലത്തിൽ മാവ് കുറഞ്ഞു പോയാൽ, കലശത്തിൽ എണ്ണ തീർന്നു പോയാൽ അത് നിറയ്ക്കാൻ കഴിവനുള്ളവൻ ഉണ്ട് എന്ന് വിശ്വസിച്ച് വേണം ഇന്ന് രാത്രി കിടക്കാനായിട്ട്. സ്തോത്രം. ഒരുപക്ഷെ തീർന്നിരിക്കാം, അത് ഇല്ലാതിരിക്കാം. അന്നുകൊണ്ടുകൊണ്ട് നീ ഉറങ്ങാതെ കിടക്കരുത്. ആരെങ്കിലും ഉപജീവന ചിന്തകളാൽ, നാളെയുള്ള കടഭാരങ്ങളാൽ വേദനപ്പെട്ടായിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ ഭാരം വഹിക്കുന്നവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് അസാധ്യമായ കാര്യത്തെ, എൻ്റെ കലത്തിലെ മാവ് തീരാറായി, എൻ്റെ കലശത്തിലെ എണ്ണ തീരാറായി, അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിന്റെ ബാലൻസ് തീരാറായി, സാമ്പത്തികമില്ല, കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളുണ്ട്, പലതും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഭാരപ്പെട്ടിട്ട് ആ ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും അത് കണി പോലെ ആയി തീരാതെ സ്വസ്ഥത അനുഭവിപ്പന്നെ നടത്തുന്ന ദൈവമുണ്ട്. അത് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതും എന്നുള്ള ചിന്തയോടെ വേണം ഈ സന്ദേശം കേൾക്കുവാൻ വേണ്ടി എന്ന് ഞാൻ ആത്മാവിൽ ദൂതറിയിക്കുകയാണ്. അത് സർവ്വബോധനത്തിലും വസിക്കുന്ന ഏവർക്കും വഴി എല്ലാവർക്കും വരും. പക്ഷേ ഫിലദെൽഫ്യ സഭയോട് പറഞ്ഞു, നിന്നെ ആ കാലഘട്ടത്തിലും ഞാൻ നിന്നെ കാത്തുകൊള്ളാം, ആ പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കാമെന്ന് പറഞ്ഞു. ഇവിടെ നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എൻ്റെ വചനം കാത്തു, നീ എൻ്റെ വചനം കാത്തു. എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ നാമത്തെ നിഷേധിക്കാതെ അത് എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നത് കഴിവില്ലാത്തവരാ, ബലഹീനന്മാരാ, ഒന്നും അറിയാത്തവരാണ് യേശു യേശു എന്നെപ്പോഴും പറയുന്നത്. കാരണം നമുക്ക് ക്രിസ്തുവിനെ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. യേശുവിൽ ആശ്രയിച്ചല്ലാതെ, നമ്മുടെ കർത്താവിൽ ആശ്രയിച്ചല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ. അതുകൂടെ പറയുന്നത്, നീ എനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ യേശു അല്ലാതെ എനിക്കൊരു വഴിയില്ല, എനിക്കൊരു ജീവിതമില്ല, എനിക്ക് മറ്റൊരു മാർഗമില്ല എന്ന് ഇവിടെ ഫിലദെൽഫ്യയിലുള്ള സഭയിലുള്ളവർക്ക് ഉണ്ടായിരുന്നു. പറഞ്ഞല്ലോ, കർഷകൻ ദാരിദ്ര്യം ഉണ്ടായിരുന്ന സർദീസ് സഭയ്ക്കും അത് തന്നെയായിരുന്നു. അവരുടെ ജീവിതത്തിലും അവരും കർഷകൻ ദാരിദ്ര്യമായിരുന്നപ്പോൾ അവർക്ക് സന്തോഷ സമൃദ്ധിയൊക്കെ ഉണ്ടായതിനെ കുറിച്ച് നമ്മൾ ചിന്തിപ്പാട്ടടിയാത്തത്. ഇവിടെയും ഇവർക്ക് അല്പമേ ശക്തിയുള്ളൂ, ഒരു കഴിവോ വലിയ ഒന്നും പറയാനായിട്ടില്ല. പക്ഷെ എങ്കിലും ദൈവത്തിന്റെ വചനത്തെ കാക്കുന്ന ഒരു സ്വഭാവം ഈ ഫിലദെൽഫ്യ സഭയിലുള്ളവർക്കുണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര അറിവോ കാര്യങ്ങളോ ഉള്ള വലിയ വലിയ സ്കോളേഴ്സ് കാണുമായിരിക്കാം, അവരൊക്കെ പലതും ഉപേക്ഷിച്ചു പോകുമ്പോൾ, അവർക്കൊന്നും സംസാരിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, അവരൊക്കെ പലതിനോട് കോംപ്രമൈസ് ചെയ്യുമ്പോൾ, അവരുടെ പഠിത്തം വെച്ച് നോക്കുമ്പോൾ അവർക്കൊന്നും ഇതിനെ കുറിച്ച് പറയാൻ കഴിയാതിരിക്കുമ്പോൾ
ഒരു പഠിത്തമില്ലാത്ത സാധാരണക്കാരൻ യേശുവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കും. അത് അവിടെ പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവന്റെ ക്വാളിഫിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ ചിലതിനോട് കോംപ്രമൈസ് ചെയ്തേ പറ്റുകയുള്ളൂ. എന്നാൽ ഒരു ക്വാളിഫിക്കേഷനോ ഒന്നും പ്രശംസിപ്പാനില്ലാത്ത ദൈവമക്കൾക്ക് പറയാൻ കഴിയും, ഞങ്ങൾക്ക് യേശുവിന്റെ നാമത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്, അവരിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്, അവരുടെ വചനം ഞങ്ങൾ ജീവൻ പോയാലും കാത്തുകൊള്ളും എന്നുള്ള ആ ഒരു ചിന്താഗതി ഉള്ളവരായിരുന്നു ഫിലദെൽഫിയയിലെ ഉള്ളവർ. നിനക്ക് അല്പമേ ശക്തി, കഥ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, പുറമേ നോക്കിയാൽ നീ വളരെ ബലഹീനനാണ്, ഒരു ശക്തിയുമുള്ളവനല്ല, ഒന്നും പറയാനുള്ളതല്ല. എന്നാൽ നീ എന്റെ വചനം കാക്കുന്നവനാണ്. പുറമേ ശക്തിയില്ലെങ്കിലും അകത്ത് പുനരുത്ഥാനത്തിന് ശക്തി ഉണ്ടെങ്കിൽ നിന്നെ പരാജയപ്പെടുത്തുവാൻ ഒരു കള്ള ശക്തികൾക്കും കഴിയത്താണ് പറയുന്നത്. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറഞ്ഞ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും, അവർ നിന്റെ കാൽക്കൾ വന്ന് നമസ്കരിക്കാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിയുവാനും സംഗതി വരുത്തും. കഥ പറഞ്ഞു. നീ പേടിക്കൊന്നും വേണ്ട. പുറമേ നിൽക്കുമ്പോൾ നിങ്ങൾ 2-3 പേരൊക്കെ ഉള്ളൂ, മറ്റുള്ളവരൊക്കെ വലിയൊരു സമൂഹമാണ് നിൽക്കുന്നത്. പക്ഷേ എല്ലാവരും ദൈവത്തെ സ്തുതിക്കുന്നവരെന്നാ പറയുന്നത്. യഹൂദൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കുന്നവന്റെ അർത്ഥം. പക്ഷേ യഹൂദൻ അല്ലാതിരിക്കെ, യഹൂദൻ എന്ന് കളവായി പറയുന്ന എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുന്ന പറയുന്ന കളവായി പറയുന്ന എല്ലാവരും ഞാൻ അവരെ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരും എന്ന് പറഞ്ഞാൽ ഈ ബോഷ്കിന്റെ ശക്തിയിൽ നിന്ന് വരും. നമ്മളത് പ്രത്യേക ഒരു പള്ളിയെ കുറിച്ചോ അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആരെല്ലാം ഇങ്ങനെ പറയുന്നുവോ, യഥാർത്ഥത്തിൽ ദൈവത്തെ ആരാധിക്കാത്ത എല്ലാവരും ബോഷ്കിന്റെ കൂട്ടത്തിൽപ്പെട്ടവരാ. ഇവിടെ പറയുന്നത് പള്ളിയിൽ നിന്ന് വരുത്തും, അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കുവാൻ. ബലഹീനമായിരിക്കുന്ന ആരും ഒന്നും പറയാനില്ലാത്തതായിരിക്കുന്ന ഈ ഫിലദെൽഫിയയിലെ സഭ അവരെ കുറിച്ച് പറയുന്നത്, നിനക്ക് പുറമെ ഒരു ശക്തിയുമില്ല, പക്ഷേ ഈ വലിയ ശക്തി ഉണ്ടെന്ന് പറയുന്ന പലർക്കും നിന്നെ പേടിയാ, നിന്നെ ഭയമാ. നീ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നീ ഒരു സുവിശേഷം പറയുമ്പോൾ, 2 പേർ ആരാധിക്കുമ്പോൾ അവിടെ ഭയമുണ്ടാകും, പേടിയുണ്ടാകും. അങ്ങനെ പറയുന്നത് ഇവർക്ക് പേടിയാ. അതുകൊണ്ടാണ് പലതിനെയും തടയുന്നത്. അവര് തടയുന്നത് പറയും, അവർ നിന്റെ കാൽക്കൽ നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിവാനും സംഗതി. കഥാ പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ട. നീ അല്പമേ ശക്തി ഉള്ളൂ, നിനക്ക് ബലഹീനനായിരിക്കുന്ന വ്യക്തിയാ, ഒന്നുമില്ലാത്തവരാ. പക്ഷേ ഈ പറയുന്ന കള്ളത്തരത്തിന്റെ എല്ലാ ശക്തികളെയും പരാജയപ്പെടുത്തി അവര് നിന്റെ മുമ്പിൽ വന്ന് നമസ്കരിപ്പെന്ന് പറഞ്ഞാൽ നിന്റെ ഇടയിൽ ദൈവമുണ്ടെന്ന് പറയുന്ന 2-3 പേർ യേശുവിന്റെ അടുക്കൽ കൂടി വന്ന് ആരാധിക്കുന്ന സ്ഥലത്ത് ഈ പറയുന്ന എത്രയോ പേർ വന്ന് മുട്ടുമടക്കിയിട്ടുണ്ട്. അങ്ങനെ കാലാകാലങ്ങളിൽ മുട്ടുമടക്കിയ ദൈവജനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. യഹൂദൻ എന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും, അവർ നിന്റെ കാൽക്കൽ വന്നു നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിവാനും സംഗതി. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിച്ചു കഴിയുന്നതുകൊണ്ട്. ദൈവത്തെ സ്നേഹിച്ചാൽ, ദൈവത്തെ കാത്തുകൊണ്ടാൽ, ദൈവം പറഞ്ഞു, നീ ബലഹീനാണെങ്കിലും നിന്റെ മുമ്പിൽ ബലവാന്മാരായിരിക്കുന്ന വന്ന് എന്ത് ചെയ്യും? മുട്ടുമടക്കം വന്ന്. നമുക്കറിയാമല്ലോ, ശൗല് വലിയ ശക്തനായിരുന്നു. അന്നത്തെ ആ കാലഘട്ടത്തിലെ അവൻ യഹൂദ പ്രമാണത്തിന് വേണ്ടി ഓടി നടന്നവരായിരുന്നു. എന്നാൽ പേടിച്ചു നിന്ന അനന്യാസ് അവന് യാതൊരുവിധമായ കഴിവുള്ളവനായിരുന്നില്ല. അവൻ വളരെയധികം ഭയപ്പെട്ടിരിക്കുക. ദമസ്കോസിലേക്ക് വന്നിരിക്കുന്ന ശൗൽ നീ എന്താ ചെയ്യുന്നുള്ളത് ഭയപ്പെട്ടു നിൽക്കുമ്പോൾ ദൈവമായ കർത്താവ് പറഞ്ഞു, നീ ഭയപ്പെടുന്നു വേണ്ട, അവനെ നിന്റെ അടുക്കൽ അയക്കാൻ പോവുകയെന്ന് പറഞ്ഞു. അവനവിടെ വന്ന് വീട് കിടക്കുവാൻ ഇടയാറ്റിരുന്നെങ്കിൽ രാത്രി ദൈവാത്മാ ദൂത് പറയുക, നാം ഒരുപക്ഷെ വിചാരിക്കും നമുക്കൊന്നുമില്ലല്ലോ, നാം പലതും ഓർത്ത് ഭാരപ്പെടുമ്പോൾ കർത്താവ് പറയും, നീ എൻ്റെ നാമത്തിലാണ് നിൽക്കുന്നെങ്കിൽ, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ലെങ്കിൽ, നിനക്ക് പുറമെ ശക്തിയില്ലെങ്കിലും ഞാൻ ചിലരെ നിന്റെ മുമ്പിൽ കൊണ്ടും നമസ്കരിപ്പിക്കുമെന്ന്. അങ്ങനെ ചരിത്രങ്ങൾ തെളിവ് വന്നിട്ടുണ്ട്. അത് ഇന്നും നടക്കുന്നുണ്ട്. അത് എന്നും നടന്നുകൊണ്ടേയിരിക്കും, മാറ്റമില്ലാത്തതാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ദൈവം കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും, അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിയുവാനും സംഗതി വരുത്തും. ഇവിടെ പറഞ്ഞ യഹൂദന്മാരല്ലാതിരിക്കെ യഹൂദനെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരെ കുറിച്ച് കർത്താവ് പറഞ്ഞു, അത് സാത്താന്റെ പള്ളിക്കാരാ. ഈ ബോഷ്ക്ക് പറയുന്ന എല്ലാം അവന്റെ കൂട്ടത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് കഥ പറയുക, നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും വചനം കാത്തു കഴിഞ്ഞാൽ, എന്റെ നാമം നിഷേധിച്ചിട്ടില്ലെങ്കിൽ നീ ശക്തിയുള്ളവനാ. നിന്റെ മുമ്പിൽ എല്ലാവരെയും കൊണ്ട് എന്ത് ചെയ്യും? മുട്ടുമടക്കിക്കാൻ കഴിയുന്നവ. കാരണം യേശു നമ്മുടെ മധ്യത്തിലുണ്ടെങ്കിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ വായും യേശു കർത്താവെന്ന് പിതാവായ ദൈവത്തിന് മഹത്വത്തിന് വേണ്ടി വിളിച്ചു പറഞ്ഞ് ഏറ്റുപറഞ്ഞ് ഒരു നാൾ പോകേണ്ട ഒരു ദിവസമുണ്ട്. പക്ഷെ അതിനു മുമ്പായി തന്നെ ദൈവം ഈ ദിവസങ്ങളിൽ കർത്താവിനെ കണ്ടെത്താനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ദിവസം എല്ലാവരും മുട്ടുമടങ്ങും, യേശു കർത്താവാണെന്ന് പറയും. അത് പറഞ്ഞേ പറ്റുകയുള്ളൂ. അത് പറഞ്ഞിട്ട് അവസാനമേ നിത്യനരകത്തിലേക്ക് പോകാൻ ഇടയാകുള്ളൂ.
അത് പറയുന്നത് തൻ്റെ പ്രാണനെ രക്ഷിപ്പാത്തിനും കൂടെ ദൈവത്തെ അന്ന് മഹത്വപ്പെടുത്തുമെന്ന്. പ്രാണൻ രക്ഷിക്കാതെ ഇപ്പോൾ നടന്നു കഴിഞ്ഞിട്ട് അവസാനം ഒരു ദിവസം എഴുന്നേറ്റ് നഗ്നനായിട്ട് എഴുന്നേറ്റ് വന്നിട്ട് യേശു കർത്താവെന്ന് പറഞ്ഞ് നിത്യരാജ്യത്തിലേക്ക് പോകണമോ, അതോ ജീവനോടിരിക്കുമ്പോൾ യേശു കർത്താവിനെ സ്വദേശിതമായി സ്വീകരിച്ച് നമ്മുടെ ലജ്ജയെല്ലാം മാറി നാണമെല്ലാം മാറ്റി നമ്മളെ കർത്താവ് ദിവസം ഉടിപ്പിക്കുന്ന തേജസ്സിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് അവന് വേണ്ടി ജീവിക്കാനാണോ നാം ആഗ്രഹിക്കുന്നത്? അതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ളത്. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, ചിലരെ ഞാൻ നിന്നെ സ്നേഹിച്ചെന്ന് വരുത്തുവാൻ ഇടയാറ്റെന്ന് പറയുന്നത്. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കുന്ന ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷകാലത്ത് ഞാനും നിന്നെ കാക്കും. കർത്താവ് പറഞ്ഞ സഹിഷ്ണുത സാത്താൻ നിന്നോട് ചെയ്യാൻ പോകുന്നത് നിന്റെ സഹിഷ്ണുത ഇല്ലാതാക്കുമെന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം, ഈ സഹിഷ്ണുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിച്ച് മടുക്കുന്നതിനെ കുറിച്ചാണ് സഹിഷ്ണുത എന്ന് പറയുന്നത്. സഹിഷ്ണുത പറഞ്ഞാൽ നമുക്കറിയാം, സഹിഷ്ണുത സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു. നാമോ കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നതാണ്. കഷ്ടത വരുമ്പോൾ സഹിഷ്ണുത. ഇപ്പൊ ഇവിടെ ഈ ഫിലദെൽഫ്യ സഭയ്ക്കും കഷ്ടതയായിരുന്നു. അതുകൊണ്ടാണ് നിന്റെ സഹിഷ്ണുതയെക്കുറിച്ച് നീ എൻ്റെ വചനയ്ക്ക് സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ. അപ്പൊ ഇവരും സർദീസിലെ സഭയെ പോലെ ഉപദ്രവിക്കപ്പെടുന്നവരും ബുദ്ധിമുട്ടുള്ളവരും അങ്ങനെ സഹിച്ചു നിൽക്കുന്നവരായിരുന്നു, കഷ്ട സഹിക്കുന്നവരായിരുന്നു. അതുകൊണ്ടാണ് സഹിഷ്ണുതയെക്കുറിച്ച് പറയുന്നത്. സഹിഷ്ണുതയെ കുറിച്ചുള്ള പഠനമാണ്. അപ്പൊ സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷകാലത്ത് ഞാനും നിന്നെ കർത്താവ് പറഞ്ഞു, നീ എന്റെ വചനം കാത്താൽ നിന്നെ ഞാൻ കാത്തുകൊള്ളാം. ഇന്ന് ഈ രാത്രിയിൽ ദൈവാത്മാവ് പറയുന്നത്, ഏത് സാഹചര്യത്തിലും യേശുവിനെ അവന്റെ വചനത്തോട് നിൽക്കാമോ? കർത്താവ് പറഞ്ഞു, എത്ര വലിയ പരീക്ഷ വന്നോട്ട്, എത്ര വലിയ വിഷയം വന്നോട്ട്, ഞാൻ നിന്നെ കാത്തുകൊള്ളാം. ഏത് വിഷയം വന്നാലും ഞാൻ നിന്നെ കാത്തുകൊള്ളാം. അപ്പൊ ഇവിടെ ഈ സഹിഷ്ണുത നഷ്ടപ്പെടുത്തുവാനുള്ള പൈശാചിക പദ്ധതികളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടി. ഫിലദെൽഫ്യ സഭയ്ക്ക് ലഭിച്ച അമൂല്യമായ ഭാഗ്യം കൊണ്ട് അവിടെ ശത്രുക്കൾ അവരുടെ മേൽ പ്രബലമാകാതെ കീഴടങ്ങുവാൻ സംഗതി വന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭയപ്പെട്ടു പോവുകയല്ല ചെയ്യേണ്ടത്. നാം ദൈവവചനം കാത്തുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി, ആ ദൈവപ്രവൃത്തി വെളിപ്പെടും. ചില ചോദിച്ച് പ്രാർത്ഥിച്ചാൽ നടക്കുമെന്ന് ചോദിക്കും. നിശ്ചയമായിട്ടും അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങുവാൻ ഇടയാത്തിരുന്നെങ്കിൽ ഇന്നും അത് സംഭവിക്കും. ഇന്നും അത് പ്രവർത്തിപ്പാൻ ശക്തമാണ്. അപ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്നവരെ അവൻ സ്നേഹിച്ച് അവൾ ശത്രുക്കളെ കാക്കിയാക്കി കൊടുക്കാമെന്നുള്ള സന്ദേശമാണ് ഇതിലൂടെ കർത്താവ് സഭകൾക്ക് കൈമാറിയിരിക്കുന്നത്. പുറമെ അശക്തരെങ്കിലും ദൈവവചനം കാത്തു സൂക്ഷിക്കുന്ന ശക്തിമാന്മാരായിരിക്കും എന്നുള്ളതാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ ഇസ്രായേലിന് കൊടുത്തത് ശക്തിമാരുടെ അപ്പമായി തിന്നെങ്കിൽ പുതിയ നിയമത്തിന്റെ ഞാനും നിങ്ങളും ഭക്ഷിക്കുന്നത് മറഞ്ഞിരിക്കുന്ന മന്ന ദൈവം അത് തന്നിരിക്കുക. സ്വർഗത്തിൽ നിശ്ചയമായിരിക്കുന്ന മന്ന ദൈവം നമുക്ക് തരുമ്പോൾ നമ്മളെ ദൈവം ശക്തിയുണ്ടാക്കി നിർത്തിയിരിക്കുന്ന. പുറമെ ഒന്നും കാണാനില്ല കേട്ടോ, പക്ഷേ അകത്ത് ദൈവവചനത്തിന്റെ കലവറ ദൈവം തന്നിട്ടുണ്ട്. ഏറ്റവും ശ്രേഷ്ഠ തന്നിട്ട് മരുഭൂമിയിൽ മന്ന തന്നിട്ട് അവർ മരിച്ചുപോയി വനടിയെ തീർന്നു. നല്ല ശക്തിമാന്മാരായിരുന്നു. എന്നാൽ ക്രിസ്തുയേശു എന്ന വചനം നമ്മൾ അനുദിനം ഭക്ഷിച്ച് ബലമുള്ളവരായിട്ടാണ് നാം നിൽക്കുന്നത്. ഫിലദെൽഫ്യ സഭയിലെ സഭ വചനം കാത്തു സൂക്ഷിച്ചതുപോലെ തന്നെ അവർ സഹിഷ്ണുള്ളവരുമായിരുന്നു. അതുകൊണ്ട് ഏത് പരീക്ഷ വന്നാലും ഭയപ്പെടേണ്ട എന്നും കർത്താവരെ പരിപാലിക്കാനുള്ള പ്രത്യാശയുടെ വാക്കുകളാണ് അടിച്ചത്. അപ്പൊ ദൈവം നമ്മളോട് സംസാരിക്കുന്ന പ്രത്യാശയുടെ വാക്കുകളാണ്. ഇത് സഹിച്ചു മടുത്തു പോകരുത്, ഭാരപ്പെടുമെന്നാണ് പറയുന്നത്. ലോകാവസാനത്തോടുള്ള ബന്ധത്തിൽ ഇത് സംഭവിക്കും എന്നുള്ളത് നമുക്കുള്ളത് മനസ്സിലാക്കാൻ ഇടയാത്തീർന്നു. ഇപ്പോൾ ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായം 34-35 വാക്യം ഞാൻ വായിച്ചല്ലോ. അത് വരാൻ പോകുന്ന സമയം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നത്തെ ലോകത്തെ നോക്കിയാൽ അതിഭക്ഷണം, മദ്യപാനം, പിന്നെ ഒരു കൂട്ടരും ഉപജീവന ചിന്തകൾ, ഇങ്ങനെ മൂന്നിൽ കുടുക്കി സാധായിട്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയാൽ അവന്റെ കണികളെ പെട്ടുപോകാതെ നാം ഇതിലൊന്നും പെടാതെ നമ്മുടെ കർത്താവിനെ സേവിപ്പാനും ആരാധിക്കുവാനും ദൈവനാമത്തിൽ നിൽക്കുവാനും ദൈവം തന്ന ഭാഗ്യത്തിനായി ഇന്ന് രാത്രി കരമുയർത്തി സ്തോത്രം. ആരെങ്കിലും ഈ ഒരു കണിയിൽ പെട്ടുപോട്ടൽ, ഈ ശത്രുവിന്റെ പിടിയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിൽ നിന്ന് മോചനം ലഭിക്കണം. അതിഭക്ഷണം, മദ്യപാനം, ഉപജീവന ചിന്തകൾ എല്ലാം ഇട്ടുകൊണ്ട് അനേകരെ ഭാരപ്പെടുത്തിക്കളയും. ചിലര് അതിഭക്ഷണം കഴിച്ച് മദ്യപിച്ച് കഴിഞ്ഞാൽ പിന്നീട് ബോധം കിട്ടും. അവന് ഒരു കൂട്ടരെ അങ്ങനെ തള്ളിക്കളയും. മറ്റൊരു കൂട്ടരാണെങ്കിൽ ഉപജീവന ചിന്തകളാൽ ഭാരപ്പെട്ട് നിരാശപ്പെട്ട് ഉറക്കമില്ലാതെ ഒരു കൂട്ടർ പോകും. അപ്പൊ അങ്ങനെ ലോകത്തിലുള്ള എല്ലാവരെയും വഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയാൽ എല്ലാ ദിവസവും നമുക്ക് രോഗമുണ്ട്, ഭാരമുണ്ട്, ദുഃഖമുണ്ട്, കഷ്ടതയുണ്ട്, എല്ലാം ഉണ്ട്. എങ്കിലും നമുക്കൊരു പ്രത്യാശയുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ കാത്തുകൊള്ളാം. രാത്രി കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ കാത്തുകൊള്ളാമെന്ന്. ആ വചനമുള്ളത് കൊണ്ടാണ് നാം പരിപാലിക്കപ്പെടുമെന്നുള്ള പ്രത്യാശ നമുക്ക് എപ്പോഴും ഉണ്ട്. രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു ദൈവം നമ്മളെ പരിപാലിക്കും? നമുക്ക് സുബോധത്തിന് ആത്മാവിനെ തന്നിരിക്കുന്നു. ദൈവസഭയുടെ പ്രവർത്തന ലോകാവസ്ഥന്മാരെ ഭൂമിയിൽ കാണുമെന്നുള്ളതാണ് വ്യക്തമാക്കപ്പെടുന്നത്. അപ്പോൾ ദൈവസഭ ഭർത്തിയാകാശവരോടുകൂടി തീർന്നു പോകത്തില്ല. അതിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കും. അതേക്കുറിച്ചുള്ള ചിന്തകൾ
വരും ദിവസങ്ങളിൽ ദൈവനിച്ച നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. അപ്പം അത് വളരെ വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ഈ പറയുന്ന ഭജനം വായിക്കുമ്പോൾ ഇതെന്നാണ് സംഭവിക്കുന്നുള്ളത് ലൂക്കോസ് സുവിശേഷം 21 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളോട് ബന്ധപ്പെടുത്തി പോയ ലോകാവസാന അന്ത്യത്തിലാണ് ഇത് കൂടി വരുന്നത്. ഇപ്പോൾ തന്നെ അത് കണ്ടു തുടങ്ങി. അതിഭക്ഷണം, മദ്യപാനം, അതുപോലെ ഉപജീവന ചിന്തകൾ, ഇങ്ങനെ 3 കാര്യങ്ങൾ ഇട്ടുകൊണ്ട് ലോകത്തിന്റെ മനുഷ്യനെ മുഴുവനും സാത്താൻ അവന്റെ കണിയിൽപ്പെടുത്തി അവരെ ഒതുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് വിജയം പ്രാപിച്ചവരായിരിക്കണം ഞാനും നിങ്ങളെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സഭയിലെ കുറവുകളെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ പറയുമ്പോൾ വചനം കാത്തു നിന്നവരായതുകൊണ്ട് കുറവുകളൊന്നും ഈ സഭയ്ക്കില്ലായിരുന്നു. കുറവുകളെ കുറിച്ചൊന്നും കർത്താവ് പറഞ്ഞില്ല. കാരണം അവരെന്താ വചനം കാത്തുകൊണ്ട് നിന്നവരായിരുന്നു. ദൈവവചനത്തെ കാത്തുകൊണ്ട് നിൽക്കാമോ? അറിയാവുന്ന വചനത്തെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കാമോ? അത് മാത്രം മതി. കർത്താവ് ചോദിക്കുന്നത് വെളിപ്പാട് ദിവസം മുഴുവൻ അറിയാവുന്ന ദൈവം ചോദിക്കുന്നില്ല. നമ്മൾ എന്തെല്ലാം പഠിച്ചുവോ, നമുക്കറിയാമോ, ആ വചനത്തിന് നമ്മൾ വിശ്വസ്തരാണെങ്കിൽ ദൈവം കൂടുതൽ വെളിപ്പെടുത്തുകയുള്ളൂ. കർത്താവ് ഒരിക്കലും ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ നടത്തില്ല. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതോട് ദൈവം 9ാം ക്ലാസ്സിൽ ചോദ്യം ചോദിക്കുന്നുള്ളൂ. ഒരിക്കലും +2 ചോദ്യം ചോദിക്കത്തില്ല. ഔട്ട് ഓഫ് സിലബസ് ഒന്നും ദൈവം ചോദിക്കത്തില്ല. നമുക്ക് തന്നതിന് മാത്രമേ നാം കണക്ക് പറയേണ്ടതായിട്ടുള്ളൂ. കൂടുതൽ ലഭിച്ചാൽ കൂടുതൽ നാം കൊടുത്തിരിക്കണം. കുറെ കിട്ടിയവൻ കുറെ അടിക്ക് യോഗ്യന എന്ന് പറഞ്ഞാൽ കഥ പറയുന്നത് നിനക്ക് ലഭിച്ചതിനോട് നീ വിശ്വസ്തനായിരിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സഭയിലെ കുറവുകളെ കുറിച്ച് പറയുമ്പോൾ വചനം, അവർക്ക് ലഭിച്ച വചനം അത് അവർ കാത്തുകൊന്ന് നിന്നതുകൊണ്ട് അവർക്ക് കുറവ് ഇല്ല എന്നുള്ളത് പ്രശംസനീയമായ ഒരു കാര്യമാണ്. അത് പ്രശ്നപരിഹാരമായിട്ട് ഇവിടെ പറയുന്നത് കുറവില്ലാതിരുന്നുകൊണ്ട് പ്രശ്നപരിഹാരം മനസ്സാന്തരപ്പെടാൻ ദൈവ സഭയോട് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. മറ്റുള്ള എല്ലാ സഭകളിലും 5 സഭകളിലും മനസ്സാന്തരപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്. കുറവുണ്ടോ മനസ്സാന്തരപ്പെടണം. രാത്രിയിലും കുറവുകളൊന്നും ഇല്ലെങ്കിൽ സന്തോഷത്തോടെ കർത്താവേ നിന്റെ കൃപയാൽ കുറവുകളില്ലാത്തൊരു ക്രിസ്തു നയിപ്പാൻ നീ കൃപ തന്നതിനായി ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രശ്നം നമ്മുടേതല്ല, ദൈവം നമ്മുടെ ദാനമാണ്. അപ്പോൾ ഈ ഫിലദെൽഫ്യ സഭയും കുറവുകളില്ലായിരുന്നു, അവർക്ക് പ്രശ്നപരിഹാരത്തിനായി ദൈവം പറഞ്ഞിട്ടുമില്ല. മുന്നറിയിപ്പിനുള്ള ബന്ധത്തിൽ 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ഞാൻ വേഗം വരുന്ന അതാ ഞാൻ വേഗം വരുമ്പോൾ നമ്മൾ എങ്ങനെയാ പറയേണ്ടത്? അമ്മയും കർത്താവായ യേശുവേ വേഗം വരണമേന്ന് പറയണം. വേഗം വരണമെന്നാണ് പറയേണ്ടത്. കർത്താവ് ഞാൻ വേഗം വരും. ഇപ്പൊ ചെല്ലാവിടെ പറഞ്ഞ് വേഗമൊക്കെ മാറ്റി വരണമേന്നാക്കി. എന്താ ശക്തിയോടെ വരണമേന്ന് പറയുന്നത് അറിയോ? എന്ന് പറഞ്ഞാൽ രണ്ടോ ഇല്ല, അത് ഇനി കുറച്ച് കഴിയുമ്പോൾ വരണ്ടെന്നും പറയും, കുറച്ച് കഴിയുമ്പോൾ ഇത് വരണ്ടെന്ന് പറയും. അപ്പം ഞാൻ വേഗം വരുന്ന കർത്താവ് പറയും വരണ്ട, ഞങ്ങൾക്കിത് അസുഖം, എവിടെയാണ് നല്ലത്, എല്ലാം ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുമ്പോൾ, അത് ലോകത്തിന്റെ സുഖസുഷുപ്തിയിലായി കഴിയുമ്പോൾ മനുഷ്യൻ ഇവിടെ വിട്ടു പോകണമെന്ന് തോന്നത്തില്ല. ഇവിടെ തിന്നുകൂടിച്ച് ആനന്ദിച്ച് ഇവിടെ ജീവിക്കാമെന്ന് വിചാരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടെയല്ല നമ്മുടെ വാസം. ഇവിടെ കൊണ്ട് തീരാനുള്ളതല്ല. ഈ ലോകത്തിൽ നിന്ന് നാം മാറ്റപ്പെടേണ്ടവരാണ്. നമുക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്ന ശ്രേഷ്ഠമേറിയ നിത്യതയുടെ ഭവനത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടി നാം ദൈവത്തിന് സന്നിധി നമ്മുടെ അച്ഛനെ സമർപ്പിച്ച് എല്ലാ ദിവസവും ഏൽപ്പിച്ചു കൊടുക്കണം. എത്ര സൗകര്യങ്ങൾ വർദ്ധിച്ചാലും ഒരിക്കലും ദൈവകൃപ നഷ്ടപ്പെട്ടു പോകാതെ ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ച് ജീവിക്കണം. അത് ഫിലദെൽഫ്യ സഭയോടുള്ള ബന്ധത്തിൽ ദൂത് അറിയിപ്പാൻ കഴിയാത്തതൊന്നും. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചോളൂ. അപ്പൊ ഇവിടെ കിരീടം ഉണ്ടെന്നാണ് പറയുന്നത്. കിരീടത്തെ കുറിച്ച് പറയുമ്പോൾ സ്മുർന സഭയുടെ ബന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഫിലദെൽഫ്യ സഭയുടെ ബന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്മുർന സഭയുടെ ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് മരണം വരുന്ന വിശ്വസായിരിക്കുക, ഞാൻ നിനക്ക് ജീവകിരീടം തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിനക്കുള്ള കിരീടം, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചോളാം. ഇപ്പോൾ ഇവിടെ ലഭിച്ചിട്ടുണ്ട്, ഒരു കിരീടം ലഭിച്ചു. ഏത് കിരീടം എന്നുള്ളതാണ് ഇവിടെ വ്യത്യാസം. ഇവിടെ മറ്റേ പറഞ്ഞിരിക്കുന്ന കഥ പറഞ്ഞിരിക്കുന്നത് നിനക്ക് ഞാൻ നൽകാമെന്നാണ് പറയുന്നത്. ജയിക്കുന്നവന് ഞാൻ ജീവകിരീടത്തെ കുറിച്ച് നൽകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വ്യത്യസ്തത ഇവിടെ പറയാം, നിനക്കുള്ളത് നീ പിടിച്ചോളുക, നിനക്ക് ഓൾറെഡി ലഭിച്ചിട്ടുണ്ട്, നിനക്ക് കിരീടമുണ്ട്. എന്നാൽ സ്മുർന സഭയോട് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് മരണം വരുന്ന വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. അത് പ്രൊഫറ്റിക്കായിട്ട് പ്രവചനാത്മായി പറയുക, തരും, ലഭിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫിലദെൽഫ്യ സഭയോട് പറയുകയാണ്, നിനക്ക് ഓൾറെഡി കിരീടമുണ്ട്, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചോളൂ. അത് ഏത് കിരീടമാണെന്നുള്ളത് ഇന്ന് രാത്രിയിൽ അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാൽ അത് വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ്. ഏത് കിരീടമാണ് ഫിലദെൽഫ്യ സഭയ്ക്ക് ദൈവം കൊടുത്തിരുന്നത് എന്നുള്ളത് അറിയണമെങ്കിൽ 1 തെസ്സലോനിക്കർക്ക് ലേഖനം 2-ാം അധ്യായം 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏത് കിരീടമാണ്
ദൈവം ദൈവത്തിലെ വചനം കാത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി സഹിഷ്ണു നിൽക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിവിടെ പറയുന്നത് നമ്മുടെ കർത്താവായ യേശുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസ കിരീടമോ ആറാകുന്നു. നിങ്ങളുമല്ലയോ ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങൾ തന്നെ. അപ്പോൾ ഈ കുറവുകളില്ലാത്ത സഭ പ്രശംസയുടെ കിരീടധാരികളാണ്. ഇന്ന് രാത്രിയിൽ യേശുക്രിസ്തുവിന്റെ വചനത്തിന്റെ അതേ തനിമയിൽ കാത്തു സൂക്ഷിക്കുന്നവരുടെ മേൽ ദൈവം ഒരു പ്രശംസ തന്നിട്ടുണ്ട്. അല്ലെ? അങ്ങനെയല്ലേ? അങ്ങനെയാ. നമുക്കറിയാം പ്രശംസയുള്ളവരുണ്ട്, വിശ്വാസികളുടെ ഇടയിൽ പ്രശംസ കിരീടം വെച്ചുള്ളവരുണ്ട്. അവരെ കുറിച്ച് ഓർക്കുമ്പോൾ അധികം ഒന്നും പറയണ്ട, സ്തോത്രം ചെയ്യാൻ ഇടവരും. എബ്രായത്തിൽ പറയുന്നതാണ്, നിങ്ങളെ ഓർത്ത് അവർ ആത്മാക്കൾക്ക് വേണ്ടി കണക്ക് ബോധിപ്പിക്കൊണ്ടാകിയാൽ നിങ്ങളെ ഓർത്ത് ഞെരുങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാനാകണമെന്ന് പറയുന്നത്. ചിലരെ കുറിച്ച് ഓർത്ത് കഴിഞ്ഞാൽ ഞെരുക്കമാണെന്നറിയോ, വല്ലപ്പോഴും വരുന്ന ഒരാളെ നമ്മൾ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് അവരെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കര ഞെരുക്കമുണ്ടാകും. ഒരു ഇടയൻ അല്ലെങ്കിൽ ഒരു ദൈവദാസൻ എപ്പോഴും ചിലരെ ഓർക്കുമ്പോൾ ഒറ്റ സ്തോത്രം പറഞ്ഞുകൊണ്ട് ദൈവമേ കുടുംബത്തിനായ സ്തോത്രം, കാരണം അവർ പ്രശംസയുള്ളതാണ്. അവരെക്കുറിച്ച് അധികം പറയണ്ട. ദൈവമേ അവരെ സഭയെ കൊണ്ടുവരണമേ, അവർ പിന്മാറ്റത്തിൽ പോകരുത്, ഒക്കെ ഒരുപാട് പ്രാർത്ഥിക്കേണ്ട ആവശ്യം. അത് ഞെരുങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നെ നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും ഓർക്കുമ്പോൾ ഞെരങ്ങാനിടയാകരുത്. പ്രത്യേകിച്ച് നമ്മളെ നയിക്കുന്നവർ, നമ്മളെ അവരെ ഓർക്കുമ്പോൾ അവരെ ഓർത്ത് ഞെരുങ്ങിപ്പോകാനിടയാകരുത്. അങ്ങനെയാണെങ്കിൽ സ്വർഗീയ പിതാവ് നമ്മളെക്കുറിച്ച് ഓർത്ത് ഞെരുക്കുന്നവരല്ല. ഫിലദെൽഫ്യ സഭയെക്കുറിച്ച് പറയുക, നിങ്ങളെ ഓർക്കുമ്പോൾ ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് പ്രശംസയുടെ കിരീടധാരികളാണ് നിങ്ങൾ. അതെ, അവര് ശക്തിയില്ലാത്തവരായിരുന്നു, മറ്റുള്ള മുമ്പിൽ ഒരു കഴിവില്ലാത്തവരായിരുന്നു. എന്നാൽ അവരുടെ തലമേൽ ദൈവം ഒരു പ്രശംസയുടെ കിരീടം ഉണ്ടായിരുന്നു. ക്രിസ്തുവിന്റെ പ്രശംസയാണ് നമ്മുടെ. അപ്പൊ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ ആറാകുന്നു. നിങ്ങളുമല്ലയോ ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങൾ തന്നെ. അപ്പോൾ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാമെങ്കിൽ നമുക്ക് തന്നെ ഒരു പ്രത്യേക ഒരു പ്രശംസ ഉണ്ടാകും, അല്ലേ? നമുക്ക് തന്നെ ഒരു പ്രത്യേക വില തോന്നത്തില്ലേ? കർത്താവിന് വേണ്ടി ജീവിച്ചു കഴിഞ്ഞാൽ, പാവമില്ലാതെ സന്തോഷത്തോടെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നത്തില്ലേ? നമുക്ക് തന്നെ ഒരു പ്രശംസയില്ലേ നമ്മുടെ ജീവിതത്തെക്കുറിച്ച്? സ്വയം പ്രശംസയല്ല, എനിക്ക് എൻ്റെ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിപ്പാൻ കൃപ, അതാണ് നമ്മുടെ സാക്ഷ്യം, അല്ലേ? അതല്ല നമ്മൾ അത് ദുഃഖിക്കുകയാണോ, കഷ്ടപ്പെടുകയാണോ? അല്ല. ഞാൻ ഇറങ്ങി തിരിച്ചല്ലോ, വന്നല്ലോ, പോയല്ലോ എന്ന് വിഷമിക്കുകയാണോ? അല്ല. പ്രശംസയാണ് സാക്ഷ്യം. ഇതിനെല്ലാം ദൈവം വിടുവിച്ച് നമുക്ക് തന്നു. ഇവിടെ പറയാൻ ഞങ്ങൾക്ക് ശക്തിയൊന്നുമില്ല, ബലഹീനരാണ്, എങ്കിലും കർത്താവ് പറഞ്ഞു നിനക്കൊരു പ്രശംസയുണ്ട്. അപ്പൊ ഇവിടെ ഈ ഫിലദെൽഫ്യ സഭയ്ക്ക് ലഭിച്ചിരുന്ന പിടിച്ചോളെന്ന് പറയുന്നത് നിനക്കൊരു പ്രശംസയുണ്ട്, അത് നീ അവസാനത്തോളം പിടിച്ചോളണം. നീ കർത്താവിന്റെ വരവ് വരികയും ഇത് നഷ്ടപ്പെടുത്തി കളയരുത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എടുക്കാൻ തക്കവണ്ണം ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടമാരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചോളുക. ഇന്ന് രാത്രി ദൈവാത്മാദൂത് പറയുകയാണ്, ദൈവത്തിന്റെ ആത്മാഗോള സഭയുടെ പറയുകയാണ്, ഞാൻ വേഗം വരുന്നു. അതേ കുഞ്ഞെ, ഞാൻ വേഗം വരും. നീ കുറച്ചു നാൾ കൂടി ഈ ലോകത്തിൽ ജീവിക്കും. പക്ഷേ നിനക്കൊരു പ്രശംസയുണ്ടല്ലോ, ഞാൻ നിന്നെക്കുറിച്ച് പ്രശംസിച്ചിട്ടുണ്ടല്ലോ. നിനക്കൊരു കുറവില്ലാത്തൊരവസ്ഥയുണ്ടല്ലോ, അത് കണ്ടിന്യൂ ചെയ്യണം, അത് തുടർമാനമായി പോകണം എന്നാണ് ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. രാത്രി ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മളെക്കുറിച്ച് കർത്താവ് അങ്ങനെ പ്രശംസാ കിരീടധാരികളായി തീരുവാൻ, അതെ, ക്രിസ്തുവിന് പ്രശംസയുള്ളവരായി തീരുവാൻ, നമ്മുടെ വിശ്വാസ ജീവിതം അത് സഭകൾക്ക്, ദൈവദാസന്മാർക്ക്, മറ്റുള്ളവർക്കൊക്കെ ഒരു പ്രശംസയുടെ വഴിയായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇതേക്കുറിച്ച് ഞാൻ ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് വ്യാഖ്യാനിക്കപ്പെട്ടല്ലോ, മനസ്സിലായല്ലോ. ഇപ്പോൾ സർദീസിലെ സഭയെക്കുറിച്ച് ജീവന്റെ തരുവെന്നാണ് പറയുന്നെങ്കിൽ ഫിലദെൽഫ്യ സഭയുടെ സർദീസിലല്ല, സ്മർന്ന സഭയെക്കുറിച്ച് പറയുമ്പോൾ ജീവകീടം തരാനാണ് പറഞ്ഞിരിക്കുന്നെങ്കിൽ ഇവിടുത്തെ കീടം പറഞ്ഞിരിക്കുന്നത് തന്നിട്ടുണ്ട്, നിനക്കൊരു പ്രശംസയുണ്ട്, അത് നീ മുറുകെ പിടിച്ചോളണം. ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ഈ രാത്രിയിൽ ആരെല്ലാം ഈ സന്ദേശം കേൾക്കുന്നുവോ, ആരെല്ലാം യേശുവിന് വേണ്ടി നിൽക്കുന്നുവോ, അല്പമേ ബലമുള്ളുവെങ്കിലും വചനം കാത്തു നിൽക്കുന്നതോട് കർത്താവ് പറയും, നീ എൻ്റെ പ്രശംസയാ. അതെ, ഞാൻ നിന്നെക്കുറിച്ച് പ്രശംസിക്കുന്നു. നിന്നെക്കുറിച്ച്, നിന്റെ പേര് ഞാൻ എപ്പോഴും സ്വർഗ്ഗത്തിൽ ഏറ്റെടുത്ത് പറയാറുണ്ട്. അതെന്നെ പിടിച്ചുകൊണ്ടിരിക്കണമെന്ന് ദൈവാത്മാവിന്റെ രാത്രിയിൽ പറയുക. നീ എൻ്റെ പ്രശംസയാണ്. നമ്മുടെ മക്കൾ നമുക്ക് പ്രശംസയല്ലേ? അവർ നല്ലവരാണ്, നമ്മൾ വിളിച്ചു പറയത്തില്ലേ? എൻ്റെ മകനാണ്, എൻ്റെ മകളാണ് പറയത്തില്ലേ? പ്രശംസയല്ലേ അവർക്ക്? നല്ല കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ അവരെ കുറിച്ച് പറയും, എൻ്റെ മോനാണ്, എൻ്റെ മോളാണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ പ്രശംസയാണ്. അപ്പോൾ മക്കൾ എന്ന് പറഞ്ഞൊക്കെ പ്രശംസയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ നമ്മുടെ പ്രശംസയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ദൈവം പറയണം, നീ എൻ്റെ പ്രശംസയാണ്. നമ്മുടെ സഭകൾ ദൈവത്തിന്റെ പ്രശംസയായി തിരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ആ കിരീടമാണ് തന്നിരിക്കുന്നത്, അത് നഷ്ടപ്പെടുത്തി കളയരുത്, അത് വെച്ചുകൊള്ളണം എന്നാണ് ഇവിടെ കർത്താവ് അവരോട് മുന്നറിയിപ്പായിട്ട് തന്നിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്നത് പ്രശംസയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നാളെ കൊണ്ടുപോയി ഇതെല്ലാം ഉടച്ചു കളഞ്ഞിട്ട് വരരുത്, നിലനിന്ന് പോകണം. ക്രിസ്തു ജീവിതം ഒരു ദിവസത്തേക്കുള്ളതല്ല,
അത് നമ്മൾ അവസാന ശ്വാസം വരെ അല്ലെങ്കിൽ രൂപാന്തരപ്പെടുന്നവരെ ഉള്ളതാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്നത് നഷ്ടപ്പെടുത്തി കളയാതെ ഈ ദിവസങ്ങളിൽ അതിനെ പ്രശംസയുടെ കിരീടം വഹിച്ചവരായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രാത്രി നമ്മളെ ഉത്ബോധിപ്പിക്കുമ്പോൾ നമുക്കുള്ളത് പിടിച്ചുകൊള്ളുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ അത് പ്രാപിച്ചു നിൽക്കാൻ കർത്താവ് നമ്മെ സഹായിക്കണം. പ്രതിഫലമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ 3-12 പറയുന്നത്, ജയിക്കുന്നവന് ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവരൊരിക്കലും അവിടെ നിന്ന് പോകുകയില്ല. എൻ്റെ ദൈവത്തിന്റെ നാമവും എൻ്റെ ദൈവത്തിന്റെ പക്കൽ നിന്നും സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എൻ്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. ഈ സഹിഷ്ണുത എന്ന് പറയുമ്പോൾ പലരും സഹിഷ്ണുതയെ കുറിച്ച് പലർക്കും അറിയത്തില്ല. സഹിഷ്ണുത പറഞ്ഞാൽ ഒരു വീടിന്റെ ഒക്കെ പല തൂണുകളുണ്ട്, അവർ സഹിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് നിന്നു പോകുന്നത്. പല സ്ഥലങ്ങളിലും സഹിക്കുന്നവരുണ്ട്. അവസാനം പറയും സഹിച്ച് മടുത്തു. സാധാരണ എങ്ങനെയെങ്കിലും നമ്മളെ മടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് പറയുന്നത് സഹിഷ്ണുതയിൽ നാം സഹിഷ്ണുത കാണിക്കണം, ജയിക്കണം. അതെ, നമ്മൾ ചെയ്തു, ഒരുപക്ഷെ കബളിപ്പിക്കപ്പെട്ട് കാണുമായിരിക്കാം. നമ്മൾ സഹായിച്ചു, ഒരുപക്ഷെ നമ്മൾ നിന്ദിക്കപ്പെട്ട് കാണുമായിരിക്കും. നമ്മൾ കർത്താവിന് വേണ്ടി പലതും ചെയ്തു, നമുക്കതുകൊണ്ട് പലതും തിരിച്ചടി ഉണ്ടായി കാണും. എങ്കിലും നീ സഹിഷ്ണുള്ളവനായിരിക്കണം, നീ ജയിക്കണം. ദൈവം പറഞ്ഞിരിക്കുന്നത് പലതിനെയും ശത്രു നമുക്കത് നെഗറ്റീവായിട്ട് കാണിച്ചു തരും. നീ ഇത് ചെയ്തുകൊണ്ടൊരു പ്രയോജനമില്ല. നീ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, നീ ആരാധിക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് ഈട് നിൽക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് പറയുമ്പോഴും നമ്മുടെ പരാജയപ്പെട്ടു പോകുകയല്ല ചെയ്യേണ്ടത്. സഹിഷ്ണുതയോടെ ദൈവം തന്നിരിക്കുന്ന ദൗത്യം നമ്മൾ നിറവേറ്റണം. അത് ഇന്ന് രാത്രിയിലും സഹിഷ്ണുത നഷ്ടപ്പെടുത്തി കളയാൻ വേണ്ടി സാത്താൻ ശ്രമിക്കും. നീ എന്തിനാ ഞാൻ പ്രാർത്ഥിക്കുന്നത്, നീ എന്തിനാ അവർക്ക് വേണ്ടി ഉപവസിക്കുന്നത്, നീ എന്തിനാ അവരുടെ പിന്നാലെ പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ രാത്രി ദൈവം പറയുക, ഒരു വീട് നിലനിൽക്കണമോ നീ അവിടെ സഹിഷ്ണുതയുള്ളതായിരിക്കണം. ചിലരെ സ്നേഹിക്കുവാൻ, ചിലരെ കരുതുവാൻ, ചിലരെ ചേർത്ത് നിർത്തുവാൻ ഇന്ന് രാത്രി ദൈവാത്മാവ് ആഹ്വാനം നൽകുക. അത് സഹിഷ്ണുത, അത് സഹിഷ്ണുത മൂലമായി ദൈവത്തിന്റെ കൃപ അനുഭവിക്കുന്നവർക്കായി രാത്രി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ജയിക്കുന്നവർ ഞാൻ എൻ്റെ ദൈവത്തെ എന്ന് പറഞ്ഞാൽ തൂണെന്ന് പറഞ്ഞാൽ പാരം മുഴുവൻ വഹിക്കുന്നതാണ്. ഈ ഫിലദെൽഫിയ സഭയോട് പറയുക, നിങ്ങൾ നിന്ന് ജയിക്കുന്നവരെല്ലാവരും തൂണുകൾ പോലുള്ളവരെന്ന് പറഞ്ഞാൽ ഏത് ഭാരം വന്നാലും വഹിക്കും. അല്ലേ, അല്പമേ ശക്തിയുള്ളൂ. പക്ഷേ നിന്റെ പുറമെ ശക്തിയില്ലെങ്കിൽ അകത്ത് നല്ല ബലമുണ്ട്. അങ്ങനെ അകത്ത് ദൈവത്തിന്റെ ബലമുള്ള പ്രിയപ്പെട്ടവരെ കൊണ്ട് ദൈവം ദൈവസഭയുടെ തൂണുകളാക്കി നിർത്തിയിരിക്കുകയാണ്. കർത്താവ് നോക്കിയിട്ട് പറഞ്ഞു, യാക്കോബിനെയും കേഫാവിനെയും നോക്കി പറഞ്ഞു, യോഹന്നാനെ നോക്കി പറഞ്ഞു സഭകളുടെ തൂണുകളെന്നാ. നോക്കിക്കഴിഞ്ഞാൽ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഇവരെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വലിയ ആഠ്യത്വമോ പൗടിയൊന്നുമുള്ളവരല്ല അന്നുണ്ടായത്. പക്ഷെ എന്നാൽ ദൈവം അവരെ തൂണുകളാക്കി തീർന്നു. കാരണം അവരുടെ ഉള്ളിൽ ദൈവം യേശു പറഞ്ഞ് പഠിപ്പിച്ചത് അവരുടെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ തൂണുകളായി തീർന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നാമും സഹിഷ്ണുകളായി തീർന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ജയിക്കുന്നവരെ ഞാൻ എൻ്റെ ആലയത്തിൽ തൂണുകളാക്കും, നീ അതുകൊണ്ടൊന്നും ഒരിക്കലും പോകുകയില്ല. എൻ്റെ ദൈവത്തിന്റെ നാമവും എൻ്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എൻ്റെ ദൈവത്തിന്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും. ഞാൻ അവന്റെ മേൽ എഴുതും. പിന്നെ നമ്മൾ വായിച്ചത് ജീവപുസ്തകത്തിൽ പേര് കാണും, എപ്പോഴും ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓരോ തൂണുകളാകുന്ന കല്ലുകളാകുന്ന ജയാളികളുടെ മേൽ ദൈവിക തൃത്വത്തിന്റെ സ്റ്റാമ്പ് ഉണ്ടായിരിക്കുമെന്ന്. നമുക്കറിയാം, ഓരോ പ്രോഡക്റ്റും അത് അതിൻ്റെ നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ സീഡ് കാണും, സിമ്പിൾ കാണും. പറഞ്ഞ പോലെ തികവായിത്തീരുന്ന കല്ലുകളായിരിക്കുന്ന ജയാളികളാകുന്ന സഹിഷ്ണുതയുള്ള കല്ലുകളുടെ മേൽ ദൈവ സ്റ്റാമ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ജയാളികൾക്ക് ലഭിക്കുന്ന ഒരു വരമാണ്. അതാണ് ദൈവം പറയുന്നത്, ദൈവിക തൃത്വത്തിന്റെ നാമം അവരുടെ മേൽ എഴുതും. അത് ഞാൻ പറഞ്ഞ വേഗത്തിൽ അവസാനിപ്പിക്കാം. എന്താണ് ഇവിടെ പേരെഴുതുന്ന വന്നിരിക്കുന്നത് എന്ന് പറയുന്നത്? 3 കാര്യങ്ങളെ കുറിച്ച് വന്നിരിക്കുന്നത്. സംഖ്യാപുസ്തകം 6-ാം അധ്യായം 24-27 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇസ്രായേലിനുള്ള നെടുതായി പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ടായിരുന്നു. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ, യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിക്കുന്നതിന് കുഴയുള്ളവനാകട്ടെ, യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം വയ്ക്കണം, ഞാൻ അവരെ അനുഗ്രഹിക്കും. സംഖ്യാപുസ്തകം 6-ാം അധ്യായം 24-27 വാക്യങ്ങൾ പറയുന്നത്. ഇവിടെ പഴയ നിയമ ഇസ്രായേലിന്റെ മേൽ ഇപ്രകാരമാണ് ദൈവത്തിന്റെ നാമം വെച്ചിരുന്നെങ്കിൽ പുതിയ കർത്താവിനോട് ചേരുവാൻ സ്ഥാനമേൽക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും
പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയാണ് സഭയോട് ചേർക്കുന്ന കല്ലുകളാക്കി ചേർക്കുന്നത്. അതിൽ അവരൊന്നും ജയാളികളാകുന്നവരിൽ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തിലെ അതിശ്രേഷ്ഠമായ മന്ദിരത്തിന്റെ ഭാഗമായിത്തീരുന്നത് അവരുടെ മേൽ എഴുതപ്പെടുന്നത് ദൈവിക തൃത്വത്തിന്റെ നാമമാണ്. ജയാളികളെ തീർന്നു കഴിഞ്ഞാൽ അവിടെ മേൽ എഴുതപ്പെടുന്നത് ദൈവിക തൃത്വത്തിന്റെ നാമമാണ്. എന്താണെന്ന് പഴയ നിയമത്തിലെ ദൈവിക തൃത്വം, പുതിയ നിയമത്തിൽ എന്താണ്, നിത്യത്തിൽ എന്താണെന്നുള്ളത് വേഗത്തിൽ നമുക്ക് മനസ്സിലാകാം. ഒന്ന്, യഹോവ അനുഗ്രഹിക്കുന്നവനാകുന്നു. പഴയ നിയമത്തിൽ പറഞ്ഞു യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. പിതാവാം ദൈവമാണ് പുതിയ നിയമത്തിൽ. നിത്യതയിൽ ദൈവത്തിന്റെ നാമം, ആത്മാവാം ദൈവത്തിന്റെ നാമം എഴുതപ്പെടും, ഈ കല്ലുകളിൽ മേൽ എഴുതപ്പെടും. യഹോവ കൃപ നൽകുന്നവൻ. പഴയ നിയമത്തിൽ ഇസ്രായേലിനെ വെച്ചപ്പോൾ യഹോവ കൃപ നൽകുന്നവൻ. അത് പുതിയ നിയമത്തിൽ പുത്രനാം ദൈവമാണ്, യേശു ക്രിസ്തുവാണ്. യേശുവിന്റെ പുതിയ നാമം വചനമാകുന്ന ദൈവമാണ്. അത് പുതിയ ഒരു നാമം. യേശു എന്ന പേരിലല്ല നിത്യം അറിയപ്പെടുന്നത്. വചനമാകുന്ന ദൈവം പുതിയ നാമത്തിന് യോഗ്യനാണ്. അത് എഴുതപ്പെടുവാനിടയായിത്തീരും. യഹോവ സമാധാനം നൽകുന്നവനാണ്. പരിശുദ്ധാത്മാവാൻ ദൈവമായി പുതിയ നിയമത്തിൽ അത് വെളിപ്പെട്ട് നമുക്ക് കിട്ടി. നിത്യതയിൽ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമം, ജീവനാകുന്ന ദൈവം, ജീവനുള്ള ആ ദൈവനഗരത്തെയാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഈ 3 പേരുകളും എഴുതാമെന്ന് പറയുന്നത് ദൈവിക തൃത്വം എന്ന മർമ്മം പഴയ നിയമത്തിൽ നിഴലായിരുന്നത് പുതിയ നിയമത്തിൽ പൊരുളായി നിറവേർപ്പെടുകയും ജീവനുള്ള നഗരത്തോടുള്ള ബന്ധത്തിലും പിതാവാം ദൈവത്തോടുള്ള ബന്ധത്തിലും പുത്രനാകുന്ന ക്രിസ്തുയേശുവിന്റെ ബന്ധത്തിലും അത് ജയാളികളുടെ മേൽ സ്ഥിരമായിട്ട് എഴുതപ്പെടും എന്നുള്ളതുമാണ് സഭകളുടെ ബന്ധത്തിൽ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി ഭാവി നമുക്ക് ലഭിക്കാൻ പോകുന്നത്, എന്തെല്ലാം മാറ്റങ്ങളാണ് നമുക്ക് വരാൻ പോകുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ എഴുതപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം നിരാശപ്പെട്ടു പോവുകയല്ല ചെയ്യേണ്ടത്. എൻ്റെ മേൽ പിതാവിന്റെ നാമം, ആത്മാവാം ദൈവത്തിന്റെ നാമം എഴുതപ്പെടും. യേശു ക്രിസ്തുവിന്റെ നാമം നമ്മുടെ മേൽ, വചനമാകുന്നത് പുതിയ പേര് എഴുതപ്പെടും. ജീവനുള്ള ദൈവത്തിന്റെ നാമം നമ്മുടെ മേൽ എഴുതപ്പെടും എന്നാണ് പറയുന്നത്. അത് 3 എഴുതപ്പെടുന്ന പറഞ്ഞിരിക്കുന്നത്. അതാണ് ദൈവത്തിന്റെ നാമത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എൻ്റെ ദൈവത്തിന്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേലെ എഴുതും. അന്ന് ഞാൻ തൃത്വം എന്ന് പറയുന്നതോട് പറയാം, ദൈവത്തിന്റെ നാമം, എൻ്റെ ദൈവത്തിന്റെ നാമം പിതാവാൻ ദൈവം, എൻ്റെ ദൈവത്തിന്റെ പക്കൽ നിന്നും സ്വർഗ്ഗത്തിൽ നിന്നും ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന ജീവനുള്ള ദൈവത്തിന്റെ നാമം പരിശുദ്ധാത്മാവിന്റെ നാമത്തെയാണ്. എൻ്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എൻ്റെ പുതിയ നാമമുള്ള ക്രിസ്തുവിന് ലഭിക്കുന്ന നാമമാണ്. അതാണ് പിതൃപുത്ര പരിശുദ്ധാത്മാവിനെയാണ് 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിൽ അത് ഇസ്രായേലിന്റെ ബന്ധത്തിൽ അവിടെ മേൽ വയ്ക്കും എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ പുതിയ നിയമത്തിലാണത് നിത്യതയിൽ കാണപ്പെടുന്നത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നാം മുദ്രവിടപ്പെട്ടവരായിരിക്കും. ദൈവിക തൃത്വത്തോട് ചേരുവാനുള്ള ഭാഗ്യം ലഭിക്കുന്ന ജയാളികൾ എന്നാണ് ഫിലദെൽഫിയ സഭയുടെ പറഞ്ഞിരിക്കുന്നത്. ഈ രാത്രി ദൂത് കേൾക്കുമ്പോൾ സന്തോഷത്തോടെ കർത്താവേ, ഞങ്ങൾ പരാജയപ്പെടാനുള്ളവരല്ല, ജയാളികളായി തീരുവാനുള്ളവരാണ്. എത്രയൊക്കെ സന്തോഷമുണ്ട്. നമ്മുടെ മേൽ എഴുതപ്പെടാൻ പോകുന്ന പേരുകൾക്കായി എന്ന് പറഞ്ഞാൽ നമ്മുടെ മേൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന പിതാവാം ദൈവത്തിന്റെയും ജീവനായിരിക്കുന്ന ക്രിസ്തുവിന്റെയും അത് ജീവനുള്ള നദിയായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെയും നഗരത്തോടും ജീവനോടും അതുപോലെ തന്നെ പിതാവാൻ ദൈവത്തിന്റെ അനുഗ്രഹത്തോടും കൃപയോടും എല്ലാം ബന്ധമുള്ളവരായി തീരുവാൻ ജയാളികളെ കർത്താവ് കണ്ടിരിക്കുന്നു. ആ പേരുകൾ നമുക്കുള്ളതാണ്. അവരുടെ നാമം നമ്മുടെ മേൽ, ദൈവതൃത്വം നമ്മുടെ മേൽ എഴുതും. അതുകൊണ്ട് നാം സന്തോഷമുള്ളവരായിരിക്കണം. സമാന വാക്കായി പറയുന്ന ആത്മാവ് സഭയോട് പറയുന്ന ചിവിളങ്കര ദൈവത്തെ കാത്തു സൂക്ഷിച്ച ഫിലദെൽഫിയയിലെ സഭ പ്രശംസാ കിരീടത്തിന് യോഗ്യരായിത്തീർന്നു. അവരുടെ പരാജയപ്പെടുന്ന ശത്രു ഉപയോഗിക്കുന്ന തന്ത്രം അവരുടെ സഹിഷ്ണുത എങ്ങനെയെങ്കിലും നഷ്ടപ്പെടുത്തി കളയുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതുവരെയും സഹിച്ചു നിൽക്കുന്നവർ അതിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളയരുത്. ഒരുപാട് നാം സഹിച്ചിട്ടുണ്ട് കേട്ടോ. വിശ്വാസി വന്നിട്ട് നമ്മൾ ഒരുപാട് സഹിച്ചിട്ടുണ്ട്. ദൈവകൃപയാൽ ഇന്ന് വരെയും സഹിഷ്ണു നഷ്ടപ്പെടുത്തി കളയാൻ പല പ്രാവശ്യ ശത്രു പരിശ്രമിച്ചിട്ടുണ്ട്. വിട്ടുകളയാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്, മാറിപ്പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്, ശുശ്രൂഷ നിർത്തിക്കളയാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇടതരാതെ ജയാളികളാക്കി നിർത്തി പ്രശംസാ കിരീടത്തിന് യോഗ്യരാക്കി തീർത്ത കുഞ്ഞാടാൻ ദൈവത്തിന്റെ രാത്രിയിൽ നമുക്ക് കൈകൾ കൂപ്പി നന്ദി പറയാം. അതിൽ വീട് പോകാതെ ജയാളിയാകണമെന്ന് അങ്ങനെയുള്ള പല ദൈവത്തിന്റെ നഗരത്തിന്റെ ആലയത്തോളാക്കുമെന്നും ദൈവത്തോടെ മേൽ എഴുതുകയും ചെയ്യുമെന്നാണ് ഈ സഭയുള്ള ബന്ധത്തിൽ ആഗോള സഭയ്ക്ക് ദൈവം ദൂരായി അരുളി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നീ സഹിച്ചു നിൽക്കുന്നെങ്കിൽ മടുത്തുപോയെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിക്കളയുകയല്ല. പക്ഷേ ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയാ, സഹിക്കാൻ വേണ്ടിയാ. അതെ, സഹിക്കാൻ വേണ്ടിയാ, നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ല. ദൈവസഭയ്ക്ക് വേണ്ടി സഹിക്കണം. ചിലതൊക്കെ സഹിച്ചേ പറ്റുള്ളൂ. ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നാം സഹിക്കണം. ദൈവനാമത്തിന്റെ ദൈവസഭയ്ക്ക് വേണ്ടി സഹിക്കണം. ചിലപ്പോൾ അതെ, നാം സഹിച്ചേ പറ്റുള്ളൂ. ചില മിണ്ടത്തിലായിരിക്കാം, പക്ഷെ അവിടെയും സഹിച്ചു നിൽക്കണം. എന്തിനു വേണ്ടി അറിയാമോ? ക്രിസ്തുവിന്റെ നാമം ദൂഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടി, യേശുവിന്റെ നാമം ദൂഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടി. ദിവസത്തിന് സഭകളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ സഹിക്കണമേ എന്നുള്ള ദൂത്
ഇന്ന് രാത്രി കൈമാറിക്കൊണ്ട് ഞാൻ ഈ വചനത്തിന് വിരാമം ഇടുകയാണ്. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തപ്പെട്ടാട്ടെ. ദൈവം പറയുന്നത് നിങ്ങൾ എൻ്റെ പ്രശംസയായി തീരുവാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ സഹിച്ചു നിന്ന് കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞു, ഞാൻ എനിക്ക് എൻ്റെ പ്രശംസയാണ്, എൻ്റെ കിരീടമാണ്. അത് ദിവസം അങ്ങനെ തന്നെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് കർത്താവിനോട് ഒരുക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഫിലദെൽഫ്യ സഭ കുറവുകളില്ലാതെ അവർ പ്രശംസയുള്ള തീർന്ന പോലെ ഈ ദിവസം നമ്മളും പ്രശംസയുള്ള തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു വിധത്തിലും ശത്രുവിന്റെ തന്ത്രം ഉപയോഗിച്ച് നമ്മുടെ സഹിഷ്ണ നഷ്ടപ്പെടുത്തി കളയാനിടയാകരുത്. അതെ, പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, ഞാൻ സഹിച്ചു മടുത്തെന്ന്. ഞാൻ പലതും സഹിച്ചെന്ന് പറഞ്ഞ് മടുത്തു പോയിട്ടില്ലേ? ഇന്ന് രാത്രി ദൈവം പറയാം, നീ മടുത്തു പോകരുത്, നിലനിൽക്കണം. നിന്നെ തൂണാരെയും കണ്ടിരിക്കുക. ചില ഭവനങ്ങൾ നിലനിൽക്കുവാൻ, ചില ദേശ സഭകൾ നിൽക്കുവാൻ, പ്രവർത്തനം നിലനിൽക്കുവാൻ ദൈവാത്മാവ് കണ്ടിരിക്കുന്ന തൂണുകൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവസഭ നിലനിൽക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. രാത്രി ദൈവം കണ്ടിരിക്കുന്ന തൂണുകൾക്കായി ജയാളികൾ അയക്കുന്നവരെ ദൈവം പറഞ്ഞു, ഞാൻ ആലയത്തെ തൂണുകളാക്കാമെന്ന്. കർത്താവ് വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മൾ 6 സഭകളുടെ ദൂതുകളെ കുറിച്ച് പഠിക്കാനായി തീർന്നു. ദൈവം വെച്ചാൽ അടുത്ത ലവോദിക്ക സഭയുടെ ബന്ധത്തിൽ ദൂതാണ്. അതുകൂടി പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴുള്ളതെന്നുള്ള ദൈവസഭയെക്കുറിച്ചുള്ള പഠനം പൂർത്തീകരിക്കപ്പെടും. ഇതുവരെയുള്ള പഠനം അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. ദയവായി കർത്താവ് നമ്മെ ഏവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ശത്രുവിന്റെ പദ്ധതികളിൽ നിന്ന്, അവന്റെ തന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടെന്നുകൊണ്ട് ദിവസത്തിൽ കൂടുതലായി കർത്താവിനെ വേണ്ടി സഹിക്കാം, കർഷ സഹിക്കാം. കർത്താവ് പറഞ്ഞ് കർഷ സഹിച്ചാൽ കൂടെ വാഴാം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും ക്രിസ്തുയേശുവിന്റെ വചനത്തിൽ കാത്തുകൊണ്ട് സഹിഷ്ണുതയുള്ളതായി നിൽക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനത്താൽ ദൈവം ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.